ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل بلغ مثل صواب ما قرأناه بالقرآن العظيم منا إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم. اللهم صل إلى حضرة رواه آبائه وأمهاته وأزواجه الطاهرات أمهات المؤمنين. اللهم صل إلى حضرة رواه خير كلهم يا رب العالمين. اللهم زد لهم شرفا على شرفهم وعزا على عزهم وكرامة على كرامتهم يا رب العالمين. اللهم إنا نسألك ونتوسل إليك ونتوجه إليك بحق نبينا المصطفى محمد صلى الله عليه وسلم وبحقوق هؤلاء الشرفاء الكرماء العلماء المذكورين أن تبارك لنا في مجلسنا هذا بركة تامة يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وذكرنا ما نسينا وعلمنا ما جهلناه يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. وقد قال النبي صلى الله عليه وسلم العلم حياة الإسلام. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നമുക്ക് പൂജിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദയ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളും അവരിൽ മരണപ്പെട്ടവരൊക്കെ പരിചയം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ഒക്കെ തീർക്കുമാറാവട്ടെ. ബിഹഖി നബിയ്യിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ അചഞ്ചലമായ ഖദാ, അൽഹംദുലില്ലാഹ് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിരിക്കുകയാണ്.
കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നിങ്ങളുമായിക്കൊണ്ട് മലബാറിൻ്റെ അങ്ങേയറ്റത്തുള്ള എനിക്ക് ബന്ധപ്പെടാനും ദീനിയായ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ ജോലിയേൽക്കുന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു കഥ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ മുമ്പേ തീരുമാനിച്ചു വെച്ചാണ്. നമ്മയൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു തആല നമ്മുടെ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമാണ് നമുക്കങ്ങനെ ഒത്തുകൂടാൻ കഴിയുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വലിയ ആശങ്കയിലായിരുന്നു സത്യത്തിൽ കാസർഗോഡ് ജോലി ഏൽക്കുന്നത്. മാതാപിതാക്കൾക്ക് പോലും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അത്ര ദൂരമായതുകൊണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷവും മനസ്സിന് വലിയ ഒരു ആഹ്ലാദവും ഒരു അനുഭൂതിയും ലഭിക്കുകയുണ്ടായി. ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സന്മനസ്സും സ്നേഹവും ദീനിനോടുള്ള താല്പര്യവും അൽഹംദുലില്ലാഹ് നമ്മെ വല്ലാതെ ആകർഷിപ്പിച്ചു. അത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടുകാർ ദീനിനെ, പ്രത്യേകിച്ച് ഇൽമിനെ, മുതഅല്ലിമീങ്ങളെ ഏറെ സ്നേഹിക്കുന്നു. കാരണം എവിടെയും ഇത്ര വലിയ ദർസുകളിലൊന്നും വീടുകളിൽ ചെലവുള്ളത് കാണാൻ കഴിയുന്നില്ല, എവിടെയില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ജോലി ചെയ്തത് പറഞ്ഞാൽ ഇതിനേക്കാളും ഒരു 3 ഇരട്ടി വലിപ്പമുള്ള മഹല്ല, 1000-ലേറെ വീടുകൾ ആ മഹല്ലുണ്ട്. നമ്മുടെ പള്ളി ജുമാക്കൊക്കെ താഴത്തെ പള്ളിയിൽ തന്നെ 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വിശാലമായ പള്ളി, അതിന്റെ കീഴിൽ 7ഓളം ജുമാഅത്ത് പള്ളി, ഞങ്ങളുടെ വലിയ മഹല്ല. പക്ഷെ അവിടെ പോലും ഒരു നേരം പോലും ചെലവ് കൊടുക്കാൻ ആളില്ല. വീട് ഇഷ്ടം പോലെ ഉണ്ട്, ജുമാഅത്ത് നല്ല ആള് വരും. സാധാരണ രീതിയിൽ താലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മടിക്കല് വീട്ടിൽ ആണുങ്ങളില്ല എന്ന കാരണം പറഞ്ഞു. ഇപ്പൊ ഇവിടെയൊക്കെ സാധാരണ സാധ്യത ഉള്ളതും അത് തന്നെയല്ലേ. പക്ഷെ അവിടെ എത്ര ഗൾഫ് ഏരിയ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും ആ ഏരിയയിലൊക്കെ വളരെ ബേക്കിലാണ്. അതുകൊണ്ട് തന്നെ ദർസ് വിദ്യാർത്ഥികളുടെ ഭക്ഷണം മുഴുവൻ ക്യാൻറ്റീനിൽ. ദർസ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഉസ്താദിനടക്കം എനിക്കടക്കം അവിടെ ക്യാൻറ്റീനിലായിരുന്നു ഭക്ഷണം നല്ല ഭക്ഷണം തരും, പക്ഷെ ക്യാൻറ്റീനിലാണ്. പക്ഷെ ഇവിടെ എപ്പോഴും ഒരു മുതഅല്ലിമിനെ നെഞ്ചിലേറ്റുക എന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ് അൽഹംദുലില്ലാഹ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. ഞാൻ കമ്മിറ്റിയെ വിളിച്ചപ്പോൾ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ഇത്രയും കുട്ടികൾക്ക് എങ്ങനെയാണ് വീട്ടിലുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുക ചോദിച്ചു. അതൊരു പ്രയാസമുള്ള ഉസ്താദ്, സുഖമായിട്ട് കൊടുക്കാം. അത് വന്നപ്പോൾ തന്നെ അത് ബോധ്യപ്പെടുകയും ചെയ്തു. കാരണം 1-2 ദിവസം കൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങളെ മുഴുവൻ ഭക്ഷണം അൽഹംദുലില്ലാഹ് ഓരോരുത്തർ ഏറ്റെടുത്തു. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അൻഫഖ ദിർഹമൻ അലാ താലിബിൽ ഇൽമ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മുതഅല്ലിമിനിക്ക് ഒരാൾ 1 രൂപ ചെലവഴിച്ചാൽ, ഒരു ദിർഹം അല്ലെങ്കിൽ ദീനാർ അല്ലെങ്കിൽ 1 രൂപ ചെലവഴിച്ചാൽ, ഫകഅന്നമാ അൻഫഖ ബിമിസ്ലി ജബലിൻ ഉഹദ്, ഫകഅന്നമാ അൻഫഖ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉഹദ് പർവ്വതം, ആ ഉഹദ് പർവ്വതത്തിന് സമാനമായി അവൻ ചെലവഴിച്ചതിന് തുല്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട്ടിലൊരു മുതഅല്ലിം വരുമ്പോൾ നമ്മൾ ഭക്ഷണം, നല്ല ഭക്ഷണം, അത് ഇവിടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഫസ്റ്റൊക്കെ ദിവസം കുട്ടികൾ നെയ്ച്ചോറാണ് വത്തലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തുടക്കത്തിലായിരിക്കും ദിവസം നോക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ദിവസവും ആ ഒരു സ്നേഹവും ആ ഒരു ബഹുമാനം, ഉസ്താദ്മാരുടെ ഭക്ഷണം തന്നെ അത് സാന്ദർഭികമായിട്ടുള്ള കുറച്ച് കുറക്കാൻ നല്ലത്. പച്ചക്കറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ സ്നേഹം കൊണ്ടായിരിക്കും. മാത്രമല്ല, എങ്ങനെയെങ്കിലും ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുള്ളൂ, അന്ന് എങ്ങനെയാണ് മോശാക്കുക വിചാരിച്ചിട്ടായിരിക്കും. ഇതിൽ യാതൊരു വിഷമവുമില്ല. വളരെ ലാളിത്യരമായ ഭക്ഷണം നമുക്ക് താല്പര്യമുള്ളത് അത് കൊടുത്തുവിട്ടല്ലാതെ വലിയ ആർഭാടത്തുള്ള ഭക്ഷണത്തോട് നമുക്ക് താല്പര്യമില്ല. നിങ്ങളത് ബുദ്ധിമുട്ടും വേണ്ടെങ്കിൽ ഉസ്താദ്മാരെ ചെലവഴിച്ചിട്ട് ആരും പ്രയാസപ്പെടണ്ട. നിങ്ങളെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതെന്തോ അത് മാത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ 1 രൂപ ചെലവഴിക്കുമ്പോൾ ഉഹദ് പർവ്വതത്തിന് സമാനമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന തുല്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എത്രയാണ് ഇതിന്റെ മഹത്വം! ഉഹദ് പർവ്വതം എത്രയാണ്!
ആ ഉഹദ് പർവ്വതത്തിന്റെ അത്തരം കാശ് ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന തുല്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ആന ത്വാലിബൽ ഇൽം, ഒരു മുതഅല്ലിമിനെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഹബ്ബൽ അംബിയാ, അവൻ അംബിയാക്കൾ ഇഷ്ടപ്പെട്ടവനായിത്തീരും. അംബിയാക്കൾ ഇഷ്ടപ്പെട്ടവൻ. തഅല്ലിമിന് ഭക്ഷണം കൊടുക്കുക, തഅല്ലിമിന് വസ്ത്രം കൊടുക്കുക, മുതഅല്ലിമിന് കിതാബ് വാങ്ങി കൊടുക്കുക. ഞാനിവിടെ വന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടുകാരൻ ഒരു രാവിലെ 10 മണിക്കുണ്ട് പള്ളിയിൽ കയറി. ഇവിടെ എന്നോട് പറഞ്ഞ ഉസ്താദ്, വീട്ടിലേക്ക് വരുന്ന കുട്ടി ചലന് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പേടിച്ച് പടച്ചോനെ, വന്നപ്പോ തന്നെ കംപ്ലൈന്റ് ആണല്ലോ. അവർ കംപ്ലൈന്റ് പറയാൻ വന്നതല്ല, ആ കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് ഭാര്യ പറഞ്ഞയച്ചതാണ്, ആ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. അത്ര നല്ലൊരു മനസ്സാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ കുട്ടി വരുമ്പോൾ മഴ നനഞ്ഞിട്ടാണ് വന്നത്, കുടയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കുടയും വാങ്ങി കൊടുക്കട്ടെ. എന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി, വല്ലാതെ ആകർഷിച്ചൊരു വാക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ദിവസം എല്ലാ കുട്ടികളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സ്ഥാനത്തായി, ആരും കൊണ്ടോണ്ട് അവർ കൊണ്ടുപോയിക്കൊള്ളാം. പക്ഷേ ആ ഒരു വാക്ക് ഭാര്യ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ സ്വന്തം മക്കൾക്ക് ഒരു പനി വരുമ്പോൾ ആ മക്കളെ കാണുന്ന അതേ രീതിയിൽ തഅല്ലിമിങ്ങളെ കാണാനുള്ള നല്ലൊരു മനസ്സ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊന്നും ഒരിക്കലും നഷ്ടല്ല, ഇതൊക്കെ വലിയ ലാഭമുള്ള കച്ചവടം, വലിയ പുണ്യമുള്ള കച്ചവടമാണ്. നോക്കുന്നു റസൂൽ പറയുന്നത്, ഫഖദ് അഹബ്ബൽ അംബിയാ, അവർ അംബിയാക്കൾ ഇഷ്ടപ്പെട്ടവരാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, മൻ അബ്ഗള ത്വാലിബൽ ഇൽം, ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിയെ ആരെങ്കിലും ദേഷ്യപ്പെടുത്തിയാൽ, ഒരു മുതഅല്ലിമിനോട് ആരെങ്കിലും ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ ഫഖദ് അബ്ഗളൽ അംബിയാ, അവൻ അംബിയാക്കളോട് ദേഷ്യപ്പെട്ട തുല്യമാണ്. കാരണം എന്താ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാണ് ആലിമായി മാറുന്നത്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവർ മുതഅല്ലിമിനെ വേദനിപ്പിക്കുന്നത് അംബിയാക്കളെ വേദനിപ്പിക്കുന്നത് തുല്യമാണ്. ഒരു മുതഅല്ലിമിനെ സ്നേഹിക്കുന്നത് അംബിയാക്കളെ സ്നേഹിക്കുന്നത് തുല്യമാണ്. അപ്പൊ നിങ്ങളുടെ ഈ സ്നേഹം അത് ചെറുതല്ല, വലിയ പുണ്യമുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഇന്ന താലിബൽ ഇൽം ശഫാഅത്തുഹു കശഫാഅത്തുൽ അംബിയാ, ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കുമ്പോൾ, മുതഅല്ലിമിനെ സഹായിക്കുമ്പോൾ നാളെ മഹ്ശറയിൽ ഈ മുതഅല്ലിം നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ ഒരു പക്ഷേ നരകത്തിന്റെ ആളുകളാണെങ്കിൽ ഈ മുതഅല്ലിം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആ സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കുന്ന മുതഅല്ലിം നാളെ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അല്ലാഹു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അന്ന താലിബൽ ഇൽം ഇദാ ഖറജ മിൻ മൻസിലിഹി ലം യളഅ റിജ്ലഹു വലാ റത്ബിൻ വലാ യാബിസിൻ മിനൽ അർദ് ഇല്ലാ സബ്ബഹത ലഹു. ഒരു മുതഅല്ലിം ഭൂമിയിലൂടെ നടക്കുമ്പോൾ, ഒരു കാൽപാദം എടുത്തു വെക്കുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മുതഅല്ലിമിന് വേണ്ടി ഭൂമിയിലുള്ള സകല വസ്തുക്കളും ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കുക, പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മുതഅല്ലിമിന് വേണ്ടി. അല്ലാഹു ഈ ഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇവിടെയുള്ള സ്നേഹം, ഈ മുതഅല്ലിമീങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം, മുതഅല്ലിമീങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, ഇതിനൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. നബിയുൽ മുസ്തഫ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു മാത്രം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൽമിന്റെ മഹത്വം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു നോട്ട് ബുക്ക് കൊടുത്തേക്കും. ആ നോട്ട് ബുക്കിൽ 4 കോളം ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് വിഷയമാണോ താല്പര്യമെങ്കിൽ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ടിക്ക് ചെയ്തതിനാണോ താല്പര്യം കാണിക്കണമെങ്കിൽ അതായിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ക്ലാസ്. അല്ല, എനിക്ക് താല്പര്യമുള്ള വിഷയം എടുക്കുന്നതിനേക്കാൾ ഉപരി വരുന്ന ഓഡിയൻസിന് ഏതാണോ താല്പര്യമുണ്ടെങ്കിൽ സദസ്യരുടെ താല്പര്യമനുസരിച്ച് ക്ലാസ് എടുക്കലായിരിക്കും. അത് 4 കോളത്തിൽ ഒന്നാമത്തെ കോളത്തിൽ ഉണ്ടാകും ഖുർആൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഖുർആനെ കുറിച്ചായിരിക്കും ക്ലാസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഫസ്റ്റ് സൂറത്തുൽ ഫാത്തിഹ എടുക്കും. ഫാത്തിഹ എടുക്കുമ്പോൾ ആദ്യം അഊദ് എടുക്കും, ബിസ്മി എടുക്കും. അപ്പൊ ഈ അഊദ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതേണ്ടത്, അതിന്റെ മഹത്വം എന്താണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എവിടൊക്കെ ഓതണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഓതേണ്ടത്, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹത്വം എന്തൊക്കെയാണ്,
അതിൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണ്, ഇത് ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന രീതിയായിരിക്കും. ഖുർആനുള്ള കുളത്തിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ആ ക്ലാസ്. രണ്ടാമത്തെ കുളത്തിലുണ്ടാകുക ഹദീസ് എന്നായിരിക്കും. ഹദീസ് ആകുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. അതൊന്നും ഒരു ഹദീസ്, ഉദാഹരണം പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ള ഹദീസ് വരുമ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയാണോ ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ക്ലാസ്. അതാണോ നിങ്ങൾ ആഗ്രഹമെങ്കിൽ ഓരോരുത്തരും സ്വന്തം ആഗ്രഹമാരും ടിക്ക് ചെയ്യണ്ടേ. മറ്റേ താത്ത ടിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ടിക്ക് ചെയ്യുന്ന ടിക്ക് ചെയ്യരുത്. ഓരോരുത്തരും താല്പര്യം. നിങ്ങൾക്ക് ഒരാൾ ഒന്നാമത്തെ ആൾ 1 നമ്പർ ഇടുക, ആ ഒരു പേരൊന്നും എഴുതണ്ട. രണ്ടാമത്തെ ആൾ 2 നമ്പർ ഇടുക, ആ നമ്പറിന്റെ നേരെ ഈ കോളത്തിൽ. മൂന്നാമത്തെ കോളത്തിൽ ഫിഖ് ആയിരിക്കും, മസ്അല ചെയ്തിട്ടുണ്ടാവും. അതായത് മസ്അല മാത്രമായിരിക്കും ചർച്ച. നിങ്ങൾക്ക് നിസ്കാരം മറ്റനുബന്ധമായ കാര്യങ്ങൾ, അതാണ് ഇവർ മസ്അല മാത്രമായിരിക്കും ചർച്ച ഉണ്ടാകുക. അത് വേണമെങ്കിൽ അങ്ങനെയായിരിക്കും. ഇവിടെ മസ്അലാണ് ചർച്ച ഉണ്ടായതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ താല്പര്യം കാണിക്കാത്തത്. 4ാമത്തെ കോളത്തിൽ പൊതുവിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, അങ്ങനെയുള്ള വിഷയം, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ്. അത് ആഗ്രഹിക്കുന്നവർ ടിക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഏതിനാണോ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിഷയമായിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് എടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മറ്റൊന്ന്, ഇവിടെ സമയത്തെ കുറിച്ച് പറയും. ഈ 10 മണിക്കാക്കുന്നൊരു അഭിപ്രായം, 10:30 അഭിപ്രായത്തിൽ പറയുണ്ടായി. അപ്പൊ അതിനും 2 കോളം ഉണ്ടാകും. രാവിലെ, ഉച്ചക്ക്. രാവിലെ ആഗ്രഹിക്കുന്ന ആളുകൾ രാവിലെ തന്നെ നേരെ ടിക്ക് ചെയ്യുക. ഉച്ചക്ക് നൽകുമ്പോൾ അവരുടെ സൗകര്യം അവർ പറഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം അവർക്ക് ആഗ്രഹമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉച്ചക്ക്, നമുക്ക് എങ്ങനെ കുഴപ്പമില്ല. അതിന് 3 കോളം, രാവിലെ, ഉച്ചക്ക്. അതെല്ലാം മറ്റു സമയങ്ങളാണ് എഴുതാനുള്ള കോളം ഉണ്ടാകും. ഈ 3 കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യാം. നിങ്ങളെ താല്പര്യം മാനിച്ചുകൊണ്ട് ചെയ്യുന്ന ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും സ്ഥിരമായ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് കൂടുതലായി അല്ലാഹുവിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ ഇൽമ് മാത്രം. മക്കൾ വർദ്ധിക്കണം ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. സമ്പത്തിൽ വർധനവുണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മോട് വർധനവിന് വേണ്ടി ആവശ്യപ്പെടാൻ പറഞ്ഞ ഒരേ വിഷയം ഇൽമ് മാത്രം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം ഒരു ആയത്ത്, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടിരിക്കും അടുത്ത ആയത്ത് ഇറങ്ങുക. അങ്ങനെയാണ് ആയത്തുകൾ. ഒരു ദിവസം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുടർച്ചയായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ അറിയിപ്പിക്കുക. നബി ആകെ പേടിച്ചു. എന്താണ് അങ്ങനെ? ഇന്ന് കൂടുതൽ ആയത്തറിയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശങ്കയിലായിരിക്കെ അടുത്ത ആയത്തിറങ്ങുന്നു, ഖുർ റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവിനോട് നബി അങ്ങ് പറയുക, റബ്ബി സിദ്നി ഇൽമാ. കൂടുതൽ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ആശങ്കപ്പെടേണ്ട. ഇനിയും കൂടുതൽ കിട്ടാനുണ്ട്. അല്ലാഹുവോട് ദുആ ചെയ്യുക, റബ്ബി സിദ്നി ഇൽമാ. റബ്ബി, എന്റെ റബ്ബേ, സിദ്നി, എനിക്ക് നീ വർദ്ധിപ്പിച്ചുകൊണ്ടാ ഇൽമാ. അപ്പൊ എത്ര കിട്ടിയാലും തികയാത്ത ഒന്ന് ലോകത്തുണ്ടെങ്കിലും ഇത് മാത്രമാണ്, ഇൽമ് മാത്രം. അപ്പൊ ആ ഒരു മനസ്സോടെ നമ്മൾ ക്ലാസ് വരുന്ന സമയത്ത് പരമാവധി സഹോദരിമാരൊക്കെ ഒളവ് ചെയ്തുകൊണ്ട് വരിക. അത് സുന്നത്താണ്. ഇൽമിന് വരുന്ന സമയത്ത്, ഇൽമ പഠിക്കുമ്പോൾ, ഇൽമ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഒളവ് ഉണ്ടായിരിക്കും, സുന്നത്താണ്. വിശുദ്ധ ഖുർആൻ തൊടുമ്പോൾ ഒളവ് നിർബന്ധമാണെങ്കിൽ ശർഈയായ ഇൽമ പഠിക്കുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത് ഇൽമ ഒളവ് ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അപ്പൊ എല്ലാവരും ഒളവ് ഉണ്ടാക്കി വരിക, നല്ലൊരു മനസ്സോടെ വരിക. എങ്ങനെയുണ്ട് പ്രതിസ്ഥാന ക്ലാസ്? അത് നോക്കിക്കുക. നല്ല ക്ലാസ്സാണ്, ഇനിയും പോകാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ആ ഒരു ലക്ഷ്യത്തിൽ വരരുത്. ഇൽമ പഠിക്കണം, എന്റെ ജീവിതത്തിൽ പകർത്തണം എന്നൊരൊറ്റ. അങ്ങനെ വന്നാൽ നോക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക തരീഖൻ യബ്തഗി ഫീഹി ഇൽമാ. ഇൽമ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഇൽമ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു വഴിയിലേക്ക് കടന്നാൽ, മദ്രസയിലേക്ക് നമ്മൾ വരുന്നതോടുകൂടെ സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ വഴി എളുപ്പമായി. നമ്മൾ അതിനാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ്, സ്വർഗം കിട്ടാനാണ്.
ഏത് സമയത്തും പോകേണ്ടവരാണ് നമ്മളൊക്കെ. ഇന്ന് കണ്ടാൽ കണ്ടു, നാളെ കാണുമെന്ന് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല, ഒരാൾക്കില്ല. ഏതൊക്കെ തരത്തിലുള്ള മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ വരുന്നതിന്റെ, ഇവിടെ ജോലി ഏൽക്കാൻ വന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ മുമ്പ് ജോലി ചെയ്ത പള്ളിയുടെ നേരെ മുന്നിലുള്ള ഒരു വീട്ടിലെ കുട്ടി, ഒരു 18 വയസ്സുള്ള പ്രായമുള്ള ഒരു ചെറുപ്പം കുട്ടി, യുവാവ്, ബൈക്കിലാക്കി പെട്ടെന്ന് വേറെ കാറ് വന്നിടിച്ചു. ആ കുട്ടി മരണപ്പെട്ടു. 18 വയസ്സ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു അഅലം. ഒന്നും പറയാൻ കഴിയില്ല. ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും സ്വർഗം കിട്ടാൻ അതിനു വേണ്ടിയായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് നമ്മൾ വഴി എളുപ്പമാകാൻ ഈ ലക്ഷ്യത്തിലായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. എപ്പം മരിക്കേണ്ടി വന്നാലും അല്ലാഹുവേ എനിക്ക് സ്വർഗം കിട്ടണം, എന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണം. ഇതിനു വേണ്ടിയല്ലേ പൂർവികരൊക്കെ ജീവിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാതെ ജീവിച്ചു പോയില്ലേ? സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ നേതാവ് സയ്യിദത്തുന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. റാബിയ റളിയല്ലാഹു അൻഹ രാത്രിയായാൽ ഉറക്കമില്ല, രാത്രി ഇബാദത്തിലാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെയും ഇബാദത്താണ്. സുബ്ഹിയുടെ കുറച്ചു മുമ്പ് ഒരു 3 മണി 4 മണി ആകുമ്പോൾ ഒന്ന് റാബിയ റളിയല്ലാഹു അൻഹ കിടക്കും. എന്തിനാണത്? തഹജ്ജുദിന്റെ കൂലി കിട്ടാൻ. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഒന്ന് കടന്ന് എണീറ്റുകൊണ്ട് നിസ്കരിക്കാനാണ് തഹജ്ജുദ്. അതിനുവേണ്ടി റാബിയ റളിയല്ലാഹു അൻഹ കടന്നെണീക്കും. തഹജ്ജുദ് നിസ്കാരം അങ്ങനെയാണ്, കടന്നതിന്റെ ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. പക്ഷേ 5 മിനിറ്റ് 10 മിനിറ്റ് ഇറങ്ങുമ്പോഴേക്കും റാബിയത്തുൽ അദവിയുടെ മനസ്സ് പൊട്ടുകയാണ്, മനസ്സിൽ തീവരുകയാണ്, മനസ്സ് വേദനിക്കുകയാണ്, കരയുകയാണ്. റാബിയത്തുൽ അദവി ചോദിക്കുന്നു, കന്തനാമേ കന്തനാമേ, എത്ര നേരമാണ് നീ ഉറങ്ങുന്നത്? നിനക്കെന്താ പോകണ്ടേ? ഈ ലോകത്തോട് വിട പറയണ്ടേ എന്ന് പറഞ്ഞ് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ, എന്റെ പ്രിയപ്പെട്ടവരെ, റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, ഞെട്ടി ഉണരുകയാണ്. പിന്നെ ഉറക്കല്ല. പിന്നെ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉറക്കമില്ല. നമ്മളൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ സുഖമായി കിടന്നുറങ്ങുന്നു. നമുക്ക് ആ ചിന്തയുള്ളൂ. അവരെല്ലാം പരലോകം ആഗ്രഹിച്ച് ജീവിതം മാറ്റിവെച്ചു. എന്തായിരുന്നു അവിടേക്ക് ജീവിത രീതി? അവിടേക്ക് നിസ്കാരം എന്തായിരുന്നു? അല്ലാഹുവിന്റെ ചിന്തയിൽ മാത്രം ലയിച്ചു പോയവരല്ലേ? റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്തല്ലേ, റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലുള്ള മതിൽ പൊളിഞ്ഞാണ്. വീടിന്റെ മതിൽ ചുമര് പൊളിഞ്ഞു ചാടി തലയിലൂടെ മണ്ണും കല്ലുമൊക്കെ വീണു. പക്ഷേ മഹദിയായ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. കാരണം നിസ്കാരത്തിലേക്ക് കടന്നാൽ അവർക്ക് വേറെ ചിന്തയില്ല. അങ്ങനെ അല്ലാഹു ലയിച്ചു പോയ ആളുകളായിരുന്നു റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പോലും പേടിയാണ്, മനസ്സിൽ ഭീതിയാണ്, ആശങ്കയാണ്. എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്റെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. നമുക്കുള്ള ചിന്തയുണ്ട്, നമുക്കുള്ള ചിന്തയുണ്ട്. അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല സംരംഭങ്ങൾ ധാരാളം. ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കിട്ടും. മാത്രമല്ല വഇന്നൽ മലായിക ലതലവ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമി ഇലം ബിമാ യസ്മഊ. ഒരു മുതഅല്ലിം അല്ലെങ്കിൽ ഒരു ഇൽമ പഠിക്കുന്ന ഒരാൾ ഇൽമ പഠിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ മലായികത്തുകൾ അവരെ ചിറകിങ്ങനെ താത്തി കൊടുക്കുന്നു. മലായികത്തിന്റെ ചിറകിന്റെ താഴെയാണ് ഈ മുതഅല്ലിമീങ്ങൾ ഇൽമ പഠിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ നടക്കുന്നത്. അല്ലാഹു ഈ ഭാഗത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വഇന്നൽ ആലിമ, അല്ലാഹു റസൂൽ പറയുന്നു, വഇന്നൽ ആലിമ യസ്തഗ്ഫിർ ലഹു മൻ ഫിസ് സമാവാതി മൻ ഫിൽ അർള് തൽഹിതാനു ഫിൽ മാ. ഒരു ആലിമായി കഴിഞ്ഞാൽ അല്ലാഹുവിற்கு നൽകുന്ന ഗുണം നോക്കുന്നു. ആകാശഭൂമിയുള്ള സകല വസ്തുക്കളും എല്ലാം എത്രത്തോളം സമുദ്രത്തിന്റെ അടിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ വരെ
ഇൽമ പഠിക്കുന്നവർക്ക് വേണ്ടി ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു ഈ ഭാഗത്ത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആരാ ദുആ ചെയ്യുന്നത് നമുക്ക് വേണ്ടി? ഇൽമ പഠിക്കുന്നവർക്ക് വേണ്ടി ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ലോകത്തുള്ള സകല സൃഷ്ടികൾ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ പറയാറുള്ള പഠിച്ചൊരു ആലിമായി കഴിഞ്ഞാൽ ആ ആലിമിന്റെ ശ്രേഷ്ഠത. ഒരു ആലിം എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ പറയുന്നു, ഒരു ആലിമിനിക്ക് ആബിദിനേക്കാളുള്ള ശ്രേഷ്ഠത. ആബിദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇബാദത്തിന് ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു, ഒരാൾ പണ്ഡിതനായി വരുന്നു. ഈ പണ്ഡിതനേക്ക് ആബിദിനേക്കാളുള്ള ശ്രേഷ്ഠത ചന്ദ്രനേക്ക് മറ്റുള്ള നക്ഷത്രത്തിനേക്കാളുള്ള പ്രത്യേകത പറയാം. ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രനാണ് ഉണ്ടാവുക. ആ പൂർണ്ണ ചന്ദ്രന് എത്രത്തോളം മഹത്വമുണ്ടോ അത്രത്തോളം മഹത്വമുണ്ട് ആബിദിനേക്കാൾ ആർക്ക്? ആലിമിലേക്ക്. കാരണം ഇൽമ എന്നുള്ളത് അമ്പിയാക്കളിന് അനന്തരമായിട്ടുള്ളതാണ്. ആലിമീങ്ങൾ അമ്പിയാക്കൾ അനന്തരാവകാശികളാണ്. ഇനി മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അല്ലാഹു റസൂൽ പറയുന്നു, ഒരാൾ ഇൽമ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്നിട്ട് ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ, ഇൽമിന്റെ വഴിയിൽ വന്നു ഒരൊറ്റ അധ്യായം പഠിച്ചാൽ, ഒരു വിഷയം പഠിച്ചു ഇൽമിന്റെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പറയുന്നു, ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒന്ന് ഇൽമു പഠിക്കുന്നു, ഒരാൾ പള്ളിയിൽ പോയിട്ട് 100 റക്അത്ത് നിസ്കരിക്കുന്നു. 100 റക്അത്ത് തറാവി 20 അടിമകൾ അടങ്ങാറാറുണ്ട്, ഇത് 100 ഉണ്ട്. ഈ 100 നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഒരാൾ ഇൽമിന്റെ ഒരു അധ്യായം പഠിക്കുന്നത്. എന്താണ് എന്റെ മഹത്വം? ഇത് എത്രയാണ് വർണ്ണിക്കാൻ കഴിയും? ഇനി നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സഹാബത്ത് പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുക. 2 സദസ്സുണ്ട് മദീനത്തെ പള്ളിയിൽ. ഒരു ഭാഗം ആളുകൾ ഒരു സദസ്സിൽ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. ദിക്ർ ചൊല്ലൽ പുണ്യമുള്ള കാര്യമാണ്, ദിക്റും സലാത്തൊക്കെ പുണ്യമുള്ള കാര്യമാണ്. ഒരു ഭാഗം ആളുകൾ ഇൽമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 സദസ്സിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയത്. മദീനത്തെ പള്ളി 2 സദസ്സ്. ഒരു സദസ്സിൽ ഇൽമ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റൊരു സദസ്സ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിലൽ മജ്ലിസൈൻ അലൽ ഖൈർ. ഈ 2 മജ്ലിസും ഖൈറായ സദസ്സ്, നല്ല സദസ്സ് തന്നെയാണ്. പക്ഷേ വഹദുഹുമാ അഫ്ളലു മിൻ സാഹിബിഹി അമ്മാ ഹഉലാഇ ഫയദഊനല്ലാഹ് ويرغبون إليه وأما هؤلاء فيتعلمون الفقه ويعلمون الجاهل فهؤلاء أفضلون. രണ്ടും നല്ല ടീമിനെ. പക്ഷെ ഒരു ഭാഗം ആളുകൾ ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരാണ് ഏറ്റവും അത്യുന്നതർ. ഞാൻ അവരെ കൂടെ ഇരിക്കുന്നു. അള്ളാഹു എന്നൊരു മുഅല്ലിമായിട്ടാണ് അയച്ചിട്ടുള്ളത്. ഒരു മുഅല്ലിം എന്നൊക്കെ പറഞ്ഞ വലിയ ഭാഗ്യവാനാണ്. കാരണം മുഅല്ലിമീൻ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ മുഅല്ലിമാണ്, ഞാൻ മുഅല്ലിമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് കൊണ്ട് മുഅല്ലിമീങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്. അതുകൊണ്ടല്ലേ മുഅല്ലിമീങ്ങൾക്ക് ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെ തുച്ഛമായ വേതനത്തിന് എങ്ങനെ ഒരു മുഅല്ലിം ജീവിക്കുക? നമ്മളെ ശമ്പളം കൊടുക്കുന്നത് എത്രയാണ്? 6000 രൂപ. ഒരു മാസത്തിൽ 6000 കിട്ടി എന്താവാനാ? ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അല്ലേ, ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ തന്നെ വേണ്ടി 6000 7000. പിന്നെ എങ്ങനെ മുതഅല്ലിം അല്ലെങ്കിൽ മുഅല്ലിം ജീവിക്കും ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്നെ അല്ലാഹു മുഅല്ലിമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ സദസ്സിലിരുന്നു, ദിക്റിന്റെ സദസ്സിലിരുന്നില്ല. എന്നിട്ട് ദിക്റിന്റെ സദസ്സ് തെറ്റാണെന്നല്ല, അതിനേക്കാൾ പുണ്യം ഏതാണ്? ഇൽമിന്റെ സദസ്സ്. ഒരു ദിവസം നോക്കൂ നിങ്ങൾ, നബിയും സഹാബത്തും ഇരിക്കുന്ന സമയം ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നബി തങ്ങൾ ആ സഹാബിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ അല്പസമയത്തിനുള്ളിൽ മരിക്കുന്നതാണ്. അത് വല്ലാത്തൊരു പറച്ചിലാണ്. എന്തേ പറഞ്ഞത്? നീ അല്പസമയത്തിനുള്ളിൽ മരിച്ചു പോകും. ഇത് കേട്ട മനുഷ്യനാകെ പേടിച്ചുപോയി. പേടിക്കാതിരിക്കൂ. മരിക്കുന്നവർ ആരും പേടിക്കില്ലേ? മരിക്കുന്നവർ ആരും പേടിക്കില്ലേ? കടൽക്ഷോഭം ഉണ്ടാകുന്ന കേൾക്കുമ്പോഴേക്ക് നമുക്ക് പേടിയാകും. ഡെങ്കിപ്പിന് വർദ്ധിക്കുന്നതിന് നമുക്ക് പേടിയാകുന്നു. അപ്പുറത്തപ്പുറത്ത് ക്യാൻസർ ഉണ്ടാകുന്ന നമുക്ക് പേടിയാകുന്നു. എന്റെ മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്.
ഏത് മനുഷ്യനുണ്ടാവുന്ന കാര്യമാണ്. മരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കും പേടിയുണ്ടാവും. അതും ആരാ പറയുന്നത്? പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവുമല്ലോ. എന്താ പറഞ്ഞത്? നാളെ മരിക്കുന്നല്ല, അടുത്താഴ്ച മരിക്കുന്നല്ല, ഇപ്പൊ മരിക്കും. ഇത് കേട്ട സഹാബി ഒന്ന് പേടിച്ചു. പിന്നീട് ആ സഹാബി ധൈര്യം സംഭരിച്ചു. അല്ലാഹു റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇപ്പോൾ മരിക്കുമെങ്കിൽ ദുല്ലനി അലാ അമലിൻ അമൽതുഹു ദഖൽതുൽ ജന്ന. എനിക്ക് ഒരു അമൽ പറഞ്ഞു, കുറഞ്ഞ സമയമുള്ളൂ, ഞാൻ ഇപ്പൊ മരിക്കാൻ പോകുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അമൽ പറഞ്ഞു. ആ അമൽ കാരണമായിട്ട് ഞാൻ സ്വർഗത്തിൽ കിടക്കണം. നോക്കൂ, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ പറയണം. ആ അമൽ ഞാൻ ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ കിടക്കണം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഉള്ള സമയം കൊണ്ട് പോയി നിസ്കരിച്ചോ പറഞ്ഞില്ല, ഉള്ള സമയം ദിക്ർ ചൊല്ലിക്കോ പറഞ്ഞില്ല, നിന്റെ വീട്ടിലെ സമ്പത്ത് മുഴുവൻ സക്കാത്ത് കൊടുത്തോ പറഞ്ഞില്ല. ഇതൊക്കെ പുണ്യമുള്ളതാണ്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഏതാ പറഞ്ഞു കൊടുത്തത്? അല്ലാഹു റസൂൽ പറഞ്ഞു, മോനെ, ഈ ഉള്ള സമയം നീ ഇൽമ കൊണ്ട് ജോലിയായിരിക്കും. നീ ഇൽമ പഠിച്ചു. ഇൽമ പഠിക്കുന്നവരായിട്ട് നീ മരണപ്പെട്ടാൽ നീ സ്വർഗത്തിലാണെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മുന്നിൽ കണ്ട സഹാബിയോട് പോലും അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തത് ഇൽമുമായി കൊണ്ട് ജോലിയാവുക. അപ്പൊ ഈ വരുന്നതൊന്നും നഷ്ടാന്ന് വിചാരിക്കരുത്. ഈ വരവ്, നിങ്ങൾ ഈ ആഴ്ചയിൽ ക്ലാസ്സിന് വരുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി പറയുന്നു, തഅല്ലമുൽ ഇൽം, നിങ്ങൾ ഇൽമു പഠിക്കണം. ഫഇന്ന തഅലീമുഹു ലില്ലാഹി ഖശിയ വതലബുഹു ഇബാദ. ഇൽമു പഠിക്കാൻ വേണ്ടി പോകൽ, ഇൽമു പഠിക്കൽ അത് ഇബാദത്താണ്. വമുദാക്കറതുഹു തസ്ബീഹ്. ഇൽമു ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യൽ തസ്ബീഹ്. നമ്മളിങ്ങനെ ഒരു മാനവത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്ന സ്ഥാനത്താണ് ഇൽമു ഇങ്ങനെ പരസ്പരം കൈകാര്യം ചെയ്യൽ. വതഅലീമുഹു ലിമൻ ലാ യഅലമുഹു സദഖാ. ഇൽമ അറിയാത്ത ഒരാൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കൽ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ക്ലാസ്സിൽ വന്ന് പോയാൽ മാത്രം വരാം. ക്ലാസ്സിൽ കേൾക്കുന്ന വിഷയങ്ങളൊക്കെ ക്ലാസ്സിൽ വരാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ഇൽമ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കൽ സദഖയാണ് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇൽമ പറഞ്ഞു കൊടുക്കൽ സദഖ എന്ന് പറഞ്ഞ കാശ് കൊടുക്കൽ മാത്രമല്ല സദഖ. ഇൽമ പറഞ്ഞു കൊടുക്കുന്ന സദഖയാണ്. അതിങ്ങനെ ചെലവഴിച്ചു കൊടുക്കലൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര പുണ്യാണ് പറയുന്നത്. ഇൽമിനും ഇൽമിന്റെ അഹലുകാർക്കും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത സ്ഥാനം എത്രയാണ്. സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, തദാഖുറുൽ ഇൽമി ബഅദ ലൈലത്തിൻ നഹബ്ബ ഇലയ്യ മിൻ ഇഹ്യാഇഹാ. രാത്രി സമയം മുഴുക്ക ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാത്രി അല്പസമയം ഇൽമു പറഞ്ഞിരിക്കലാണ്, ഇൽമിൽ ജോലിയാകലാണ്. രാത്രി മുഴുവൻ ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഒരാൾ അല്പസമയം ഇൽമു പറയുന്നു. എന്നെ കൂലി ഇൽമു പഠിക്കുന്നതിനേക്കാണ്. നോക്കുന്നു, ഷാഫി ഇമാം ലോകം കണ്ട മഹാപണ്ഡിതനാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ, 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാഠമാക്കിയ ലോക മഹാപണ്ഡിതനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫിഈ ഇമാമിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അല്ലാഹു റസൂലിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഷാഫിഈ ജനിക്കുന്നത്. പക്ഷേ അല്ലാഹു റസൂൽ മുൻകൂട്ടി പ്രവചിച്ചു, ഇങ്ങനെ ഖുറൈശികളിൽ ഒരു പണ്ഡിതൻ വരാൻ പോകുന്നുണ്ട്. ആ പണ്ഡിതന്റെ സ്വഭാവം എന്നതാണ്, ആ പണ്ഡിതന്റെ ഗുണം എന്നതാണ്. ഇതൊക്കെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫിഈ ഇമാമിനെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമുകളെ കൂട്ടത്തിൽ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. രണ്ടാണ് വലിയ പണ്ഡിതന്മാരാണ്. ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വലിയ മഹാപണ്ഡിതനാണ്. ലക്ഷക്കണക്കിന് 10 ലക്ഷത്തിലേറെ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മനപ്പാഠമാണ്. നമുക്ക് എത്ര ഹദീസ് മനപ്പാഠമാണ്? നമ്മളിനി പഠിക്കാൻ തീരുമാനിച്ചാൽ 10 ലക്ഷം കിട്ടില്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ ഹദീസും പാടെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പാടെ ഉപയോഗപ്പെടുത്തി നമ്മളൊക്കെ കൊണ്ടുവന്ന് നോക്കിയാൽ ആകെ ഏറി വന്നാൽ ലൈഫും മൗദൂഉം ഒക്കെ കൂട്ടിയാൽ 1 ലക്ഷത്തിന്റെ താഴെ കിട്ടും. 1 ലക്ഷത്തിന്റെ താഴെ ഹദീസ്. ഷാഫിഈ ഇമാമിനോ 10 ലക്ഷം ഹദീസ് മനപ്പാഠമാണ്. ഇതറിയാത്ത ചില ആളുകളാണ് എന്ത് ഷാഫി, എന്ത് ഹനഫി, എന്ത് ഹംബലി എന്നൊക്കെ പറഞ്ഞു പോകുന്ന. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ.
സയ്യിദുനാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചു. അവിടെ വിരുന്ന് തന്നെ പറയാം, നമ്മുടെ രണ്ടുകൂട്ടും ഭാഷ ശരിയാക്കാൻ കേട്ടോ, പ്രശ്നമല്ല. ഇവിടെ വന്നപ്പോ തന്നെ രാവിലെ തന്നെ കത്തലാണ് കത്തുക. ഞാനത് കുറച്ച് ചിന്തറപ്പി കത്തുന്നത് എവിടെ കത്തുന്നത്. അപ്പൊ മനസ്സിലായി രാവിലെ വയറ് കത്തുന്നതിനുള്ള നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യം രാവിലത്തെ കത്തല്ല. രാവിലെ നേരത്തെ ഭക്ഷണം കിട്ടിയില്ല പ്രശ്നമാണ്. ഉച്ചക്കും രാത്രി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സുഖമായിട്ട് കടന്നുറങ്ങി കൊണ്ടൊരു പ്രശ്നമില്ല. രാവിലെ കിട്ടിയില്ല പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നി ഈ പേര് നല്ല യോജിപ്പുണ്ട്, ഈ കത്തൽ വയറ്. പിന്നെ നോക്കുമ്പോ കത്തൽ ദിവസം പത്തലാണ്. കത്തലിന്റെ ദിവസം തന്നെയാണ് നല്ല ഭക്ഷണമാണ് എടുത്തിട്ടുള്ളത്. അള്ളാഹു അർഹമായി പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദിവസം അങ്ങനെ ആരും അടങ്ങാറായി പത്രമൊന്നും ഉണ്ടായിപ്പോയിട്ടുണ്ടാവും. നല്ല സാധാ ഇഡ്ഡലിയോ എന്തൊക്കെ ഉണ്ടായി കൊടുത്തു വിട്ടാൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നു വേണ്ട, വേറൊന്നുമാണ്. ഇരിക്കട്ടെ, ഷാഫി ഇമാമിനെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു സൽക്കരിച്ചു. വലിയ പുണ്യമുള്ളവരായി, സൽക്കാരനൊക്കെയുള്ള വലിയ പുണ്യമുള്ളവരായി. ഈ കാസർഗോഡ് ഭാഗത്തുള്ള ആളുകളെ എനിക്ക് മുമ്പേ പരിചയമുള്ള ഏരിയയാണ്. നമ്മളിപ്പോഴും ഇവിടെ പ്രസംഗിക്കാനൊക്കെ മറ്റൊന്ന് പരിചയമുള്ള ഏരിയയാണ്. ഭയങ്കര സൽക്കാരപ്രിയർ. തലശ്ശേരി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സൽക്കാരപ്രിയരാണ്, വലിയ സൽക്കാരപ്രിയർ. നല്ലൊരു മനസ്സാണ്, വലിയ കൂലുള്ള കാര്യം. അല്ലാഹുവിനെ കൊണ്ട് മന്ദിനാൾ കൊണ്ട് വിശ്വസിക്കുന്നവരൊക്കെ വിരുന്നുകാരെ, അതിഥികളെ മാന്യമായി സ്വീകരിക്കട്ടെ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കാരം നടത്തി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ചു. ഷാഫി ഇമാം അഹ്മദ് റളിയല്ലാഹു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അത് പുണ്യമുള്ള കാര്യമാണ്. ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാൾക്ക് മാത്രം വെച്ചു കൊടുക്കരുത്, നമ്മൾ കൂടി. എത്രത്തോളം സുന്നത്ത് നമ്മുടെ മുറിക്കുടിച്ചൊരു സുന്നത്താണ്. നമ്മൾ ഉച്ചക്ക് നമ്മുടെ ഒരാളോട്ടിലേക്ക് വന്നു, നമുക്ക് നോമ്പാണ്, പക്ഷെ അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുറിക്കലെന്താണ് സുന്നത്താണ്. വീട്ടിലേക്ക് ഒരാൾ വന്നാൽ കാണി കഴിച്ചോട്ടെ എന്നൊരാൾ വെച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ആണുങ്ങളില്ലെങ്കിൽ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ നല്ലതാണ്. കൂട്ടമായിരുന്നു ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ പുണ്യമുള്ള കാര്യം. വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇവിടെ പലരും അങ്ങനെ ഇവിടെ ദർശന കുട്ടികൾ പോണ വീട്ടിലൊരു മഹമ്മൂദാജിനുണ്ട്. ആ കുട്ടികളെന്നോട് പറഞ്ഞു, എല്ലാവരും മക്കളൊക്കെ പാട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു റാഹത്താണ്. അതൊക്കെ നല്ലൊരു രീതിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആത്മാർത്ഥമായിട്ട് പറയണട്ടോ. ഈ ഇൽമിന്റെ സദസ്സിൽ തന്നെ ഇടക്കിടക്ക് ആമീൻ പറഞ്ഞറിയോ, ഇത് റൗളത്തും മിൻറിയാദും തന്നെയാണ്, സ്വർഗത്തിന്റെ തൊപ്പാണ്. ഇവിടെ എന്ത് വെച്ചാൽ അപ്പൊ ഏതെങ്കിലും ഒരാൾ ആമീൻ കിട്ടി അവിടെ വെച്ചിട്ടായി എന്റെ ദുആക്കല്ല ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. നിങ്ങൾ ഇന്നൊരാളുടെ ആമീൻ. ഇപ്പൊ കഴിഞ്ഞ സ്ഥലത്ത് ഞാൻ ഓർത്തുപോയാണ്. കഴിഞ്ഞ സ്ഥലത്ത് വന്നിരുന്ന പിന്നോട് ഒരാൾ വലിയൊരു പ്രശ്നം സങ്കടകരമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ വെള്ളിയാഴ്ച കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദ് ആ പ്രശ്നം പരിഹരിച്ചു. സ്ഥലത്തുള്ള ആത്മാർത്ഥം വേറൊരു വിഷയമായിരുന്നു. വെള്ളിയാഴ്ചനോട് പറഞ്ഞു ആ പ്രശ്നം പരിഹരിച്ചു, വലിയ സന്തോഷമായി. അത് എന്റെ ദുഃഖമല്ല, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ, എത്രയോ നല്ല ആളുകളുണ്ടാവും. നമ്മൾ കരുതുന്നവർക്ക് നമ്മൾ മോശമായിട്ട് കാണുന്ന ആളുകളായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ സ്ഥാനം ഉണ്ടാവില്ല. അവരൊരു ആമീൻ മതി. ചിലപ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും, വയസ്സായ ഉമ്മമാരുണ്ടാകും, അവർക്കൊരു ആമീൻ പറഞ്ഞാൽ അത് മതി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഷാഫി ഇമാമിന് നല്ല ഭക്ഷണം കൊടുത്തു. ഷാഫി ഇമാം രണ്ടു കൂട്ടരും ഭക്ഷണം കഴിച്ചു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റൂമിലേക്ക് പോയി. ഇമാം അഹ്മദ് റളിയല്ലാഹു റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. നേരം കൊടുത്തു, സുബഹി നിസ്കരിച്ചു. പക്ഷെ സുബഹി നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഷാഫി ഇമാം ഒന്നും ഉണ്ടാക്കുന്നില്ല. നേരെ വന്നു നിസ്കരിക്കുകയാണ്. നിസ്കാരം തിരിച്ചുപോയപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടുകാരോട് പറഞ്ഞു, ഷാഫി ഇമാം എന്ന് പറഞ്ഞ വലിയ മഹാനാണ്, നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ഇബാദത്തിന്റെ മഹാനാണ്, അങ്ങനെയാണ് നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാരോ നിങ്ങളെ പറഞ്ഞായിരിക്കുന്നത് വലിയ മഹാനല്ല. ഇപ്പൊ ഇന്നലെ രാത്രി നിന്നും അതേ ഇബാദത്തിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സുബഹിക്ക് അദ്ദേഹം ഒന്നുണ്ടാക്കിയിട്ട് പോലില്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നതാണ്, നമ്മൾ പ്രത്യക്ഷത്തിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും, എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് നമ്മൾ വിധിക്കും. ഇത് കേട്ടപ്പോൾ അഹ്മദ് റളിയല്ലാഹു വിഷമമായി. അഹ്മദ് റളിയല്ലാഹു എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞല്ലോ, നല്ലതാണ്, തെറ്റിദ്ധാരണ ചോദിക്കണം, നല്ലതാണ്. ഷാഫിയും പറഞ്ഞു, ശരിയാണ്, ആ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇന്നലെ രാത്രി ഞാൻ ഇബാദത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടില്ല. ഞാൻ പിന്നെ എന്തായിരുന്നു പണി? ഇന്നലെ രാത്രി ഞാൻ നിസ്കാരത്തിന് വേണ്ടി എണീറ്റിട്ടില്ല, ശരിയാണ്. പക്ഷേ എന്റെ പണി എന്താണ്? ഞാൻ ഇൽമുമായി കൊണ്ട് ജോലിയാവുകയായിരുന്നു, ഇൽമു പഠിക്കുകയായിരുന്നു. രാത്രി ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഇൽമിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത്. ഞാനൊരു ഹദീസുമായി ആലോചിച്ചിരിക്കുകയായിരുന്നു. ശശം പറയാം, എന്റെ മനസ്സിൽ ഇന്നൊരു ഹദീസ് കയറി വന്നു. ആ ഹദീസ് ഞാൻ എങ്ങനെ ആലോചിച്ചിരുന്നു. ആ ഹദീസ് ആയിരക്കണക്കിന് മസ്അല എനിക്ക് കിട്ടി.
എന്താ ഹദീസ്? യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ എന്ന് പറയുന്ന ഒരു ഹദീസ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ വല്ലാതെ സ്നേഹിച്ചതാണ്. അതൊരു വലിയ തൗഫീഖാണ്. കുട്ടികളോട് സ്നേഹം ഉണ്ടാകാൻ ചില ഉപ്പാർക്ക് ഉണ്ടാവില്ല, മക്കളോട് സ്നേഹം ഉണ്ടാവില്ല. ഉപ്പാർക്ക് ചില ഉമ്മമാർക്കൊന്നും ഉണ്ടാവില്ല. ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു, 3 വയസ്സുകാരിയായ പെൺകുട്ടിയെ വല്യമ്മ നിലത്തടിച്ചു. ക്രൂര മനസ്സിന്റെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ആ മനസ്സൊക്കെ? മരുമകളോടുള്ള ദേഷ്യമാണ്. മരുമകളോടുള്ള ദേഷ്യം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കെട്ടിച്ചാൽ എവിടെ ഉണ്ടാവുക? പെണ്ണിന്റെ വീട്ടിലുണ്ടാകുക, ഭർത്താവിന്റെ വീട്ടിലുണ്ടാകുക. അവിടെയാണ് അമ്മായിക്ക് ഒരു കാര്യമുണ്ടാകും. ഇവിടെ ഈ പ്രശ്നമെല്ലാം ഉണ്ടാവില്ല. പെണ്ണ് എവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഈ പെണ്ണിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് അമ്മായിക്ക് പോര് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആണുങ്ങൾ അനുഭവിക്കുന്നു. പെണ്ണുങ്ങൾ അനുഭവിക്കേണ്ടില്ല, ആണുങ്ങൾ അനുഭവിക്കേണ്ടത്. എല്ലാം അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചെറുക്കല്ലാതെ കൊടുക്കുന്ന ഒരു ഗുണമാണ് ഈ കാരുണ്യം എന്നത്. നബിയും സഹാബത്തും ഇരിക്കുമ്പോഴല്ലേ ഹസൻ റളിയല്ലാഹു അൻഹു നബിയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു ഓടി വന്നപ്പോ മുത്തനബി കെട്ടിപ്പിടിച്ചു വാരിക്കൊള്ളുന്നു, ചുംബനം കൊടുത്തു. അപ്പൊ സദസ്സനുണ്ടായിരുന്ന അക്രം ബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരാൾ നബിയോട് പറഞ്ഞു, എന്താ നബി നിങ്ങളെ കാണിക്കുന്നത്? ഇന്നലെ എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഒരാളെയും ചുംബിക്കാറില്ല. അങ്ങനെ എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരാളെയും ചുംബിക്കാറില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, അക്രേ അതൊക്കെ അല്ലാഹു തആല ചില ആളുകളെ മനസ്സിൽ കൊടുക്കുന്ന ഒരു കാരുണ്യമാണ്, ഒരു കരുണയാണ്. നമ്മൾ കുട്ടികളോട് സ്നേഹം ഉണ്ടാകുമ്പോഴേ കുട്ടികൾക്ക് നമ്മോട് സ്നേഹം ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് നമ്മെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അത് ആ സ്നേഹത്തിന്റെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ വല്ലാതെ പരിഗണിക്കും, അവരോടൊക്കെ സ്നേഹത്തിൽ നിൽക്കും. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ അല്ലാഹു റസൂലിലേക്ക് ഒരു കുട്ടി കയറി വന്നു. മഹദിയായ ഉമ്മു സലമയുടെ മോനാണ്, അബൂ ഉമൈർ എന്നാണ് വിളിക്കാറ്. അബൂ ഉമൈർ. ആ കുട്ടി കയറി വന്നപ്പോ അല്ലാഹു റസൂൽ ആ കുട്ടിയോട് ഇങ്ങനെ കുറെ തമാശ പറഞ്ഞു. എന്നും നബി അങ്ങനെ കുട്ടികൾക്ക് കളിച്ചിരിക്കും, തമാശ പറഞ്ഞു. ഇതൊക്കെ വേണം ജീവിതത്തിൽ, അങ്ങനെയൊക്കെ വേണം. കുട്ടികൾ അങ്ങനെ ആയിരിക്കണം. ജീവിതത്തിൽ എല്ലാ മേഖലയും നമ്മൾ സ്പർശിക്കണം. കുട്ടികളോട് കരുണയോടെ പെരുമാറിക്കണം, കുട്ടികളോട് കളിക്കാൻ നമുക്ക് മനസ്സ് കഴിയണം. അതിനൊക്കെ നമുക്ക് കഴിയണം. അപ്പോഴേ ഈമാൻ പരിപൂർണ്ണമാവുകയുള്ളൂ. കുട്ടിയോട് കളിച്ചു. ഒരു ദിവസം ഈ കുട്ടി കയറി വന്നപ്പോ അല്ലാഹു റസൂലിന്റെ മുമ്പിൽ റസൂൽ അങ്ങനെ തമാശ പറഞ്ഞ കുട്ടി ചിരിക്കണില്ല. അല്ലാഹു റസൂൽ ചോദിച്ചു, മാലി അറാ അബാ ഉമൈർ ഹസീന, എന്ത് പറ്റുമ്പോ നീ എന്തെന്ന് വല്ലാത്ത ദുഃഖിതനാണല്ലോ. അപ്പൊ ആരോ പറഞ്ഞു, നബിയെ മാത്തൻ ഉഗൈറുല്ലദീ കാന യൽഅബു ബിഹി വജഅല യുനാദി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പറഞ്ഞു, ഈ കുട്ടിയുടെ ഒരു കളിക്കൂട്ടുകാരനായ പക്ഷി ഉണ്ടായിരുന്നു, ആ പക്ഷി ഇന്നലെ മരണപ്പെട്ടു പോയി. അത് കാരണം ആ കുട്ടി ദുഃഖത്തിലാണ്. നമ്മുടെ വീട്ടിലെ പ്രാവ് വളർത്തും, ചിലർ പൂച്ചക്കുട്ടിയെ വളർത്തും, അങ്ങനെ വളർത്തും. അത് മരണപ്പെട്ട കുട്ടികൾക്ക് വല്ലാത്ത ദുഃഖമായിരിക്കും. നമ്മൾ ആ സമയത്ത് കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. അല്ലാഹു റസൂൽ അതിൽ ദുഃഖിച്ചു. ഈ കുട്ടിയുടെ ദുഃഖത്തിൽ നബിയും പങ്കുചേർന്നു. ഈ ഹദീസാണ് ഇമാം ശാഫിഈ പറയുന്നത്. എന്റെ മനസ്സിൽ ഇന്നലെ കടന്നു വന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഈ ഹദീസ് ചർച്ച ചെയ്യുകയാണ്. ഈ ഹദീസ് ചർച്ച ചെയ്യാൻ എനിക്ക് ആയിരക്കണക്കിന് മസ്അല ഈ ഹദീസിന് കിട്ടി. അതുകൊണ്ട് രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഇൽമുമായി കൊണ്ട് ജോലിയാകുന്നത്. അങ്ങനെ ഞാൻ ഇൽമിൽ ജോലിയായപ്പോൾ പെട്ടെന്ന് സുബഹി ബാങ്ക് കൊടുത്തു പോയി. എന്റെ ഒന്നും മുറിഞ്ഞിരുന്നില്ല. ഞാൻ അങ്ങനെ ഒന്ന് സുബഹി നിസ്കരിച്ചു. ഞാൻ ബാങ്ക് കൊടുത്തപ്പോഴാണ് അത്രയും സമയമായതറിഞ്ഞത്. നോക്കൂ, നിങ്ങൾ രാത്രി ഉറക്കമൊഴിച്ച് ഇൽമിൽ കഴിഞ്ഞുകൂടുന്നവരൊക്കെ ഇൽമിൽ അവരെ കൊടുത്ത സ്ഥാനം എത്രയാണ്. രാത്രി ഉറക്കമില്ല. സയ്യിദുനാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇൽമു പഠിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഇൽമു പഠിച്ചൊരു ആലിമിനെ കുറിച്ച് റസൂൽ പറയുന്നത് നിങ്ങൾ യൂസനു മദാദുൽ ഉലമാഇ ബിദുശ്ശുഹദാ. നാളെ മഹ്ശറയിൽ അല്ലാഹു തആല തൂക്കുന്ന സമയത്ത്, നന്മത്തിന്മകൾ തൂക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ശുഹദാക്കളുടെ രക്തം ഒരു തുലാസിൽ, ദീനിന് വേണ്ടി ശബ്ദിച്ച പണ്ഡിതന്മാരുടെ പേനയിലൂടെ നിർഗലിച്ച മഷിത്തുള്ളി മറ്റു തുലാസിൽ തൂക്കുമെന്നാണ്. എങ്ങനെ? ഒരു തുലാസിൽ രക്തസാക്ഷികളുടെ രക്തവും ഒരു തുലാസിൽ ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പേനയിലൂടെ നിർഗലിച്ചു വന്ന മഷിത്തുള്ളി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സമയത്ത് ഏറ്റവും തൂക്കമുണ്ടാകുക രക്തസാക്ഷികളുടെ രക്തത്തെക്കാൾ ഉപരി പണ്ഡിതന്മാരുടെ പേനയിലൂടെ നിർഗലിച്ചു വന്ന മഷിത്തുള്ളിയാണ്. ഈ സമയത്ത് മനുഷ്യന്മാർ കരഞ്ഞുകൊണ്ട് പറയും, അത്ര യാലീതനീ കുന്തു ആലിമാ, അല്ലാഹുവേ ഞാനും ഒരു ആലിമായിരുന്നു, എത്ര നന്നായിരുന്നു.
ഞാനും ഒരു ആലിമായിരുന്നെങ്കിൽ ഞാനൊരു പണ്ഡിതനായിരുന്നു. എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, ഞാനൊരു മുത്തഅല്ലിമെങ്ങാനുമായിരുന്നെങ്കിൽ മനുഷ്യന്മാർ കൊതിച്ചു പോകുമെന്ന്. അതിനും കഴിഞ്ഞില്ലല്ലോ റബ്ബേ. യാ ലൈതനീ കുന്തു മുഹിബ്ബ, ഞാൻ ഒരു മുത്തഅല്ലിമിനെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരെ, നിങ്ങൾക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. നിങ്ങൾ മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ സ്നേഹിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യുബ്അസുൽ ആലിമു വൽ ആബിദ്. നാളെ മഹ്ശറയിൽ ആലിമീങ്ങളെയും കൊണ്ടുവരും, ആബിദീങ്ങളെയും കൊണ്ടുവരും. ആബിദീങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ, ആലിമീങ്ങളോട് പറയുമ്പോൾ പോകണ്ട. ആലിം സ്വർഗത്തിൽ കിടക്കേണ്ട അർത്ഥമില്ല, ആലിമിലൂടെ പോകാൻ നിൽക്കട്ടെ. നീ പോകാൻ നിൽക്കട്ടെ, ആലിം പോകരുത്. നിങ്ങളെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം, അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. ഇന്ന് നിങ്ങൾ ഭക്ഷണം കൊടുത്ത ആളുകൾ, അവരൊക്കെ പിന്നീട് ആലിമീങ്ങളാകുമ്പോൾ നാളെ മഹ്ശറയിൽ അവർ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുന്ന സമയത്ത്, ആലിമീൻ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലാഹു പറയും, നീ അവിടെ നിൽക്കണം, നീ പോകരുത്. നിന്നെ സ്നേഹിച്ച, നിന്നിലേക്ക് നന്മ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരെ കൂടി കൂട്ടിക്കൊണ്ടായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. വർഷങ്ങളായി നിങ്ങളൊക്കെ വീട്ടിൽ മുത്തഅല്ലിമീങ്ങൾ കടന്നു വരുന്നു, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആലിമീങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നു, ആലിമീങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഒരു ആലിമിന്റെ മുഖത്തേക്ക് നോക്കൽ പോലും ഇബാദത്താണ്. 4-5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അൻ-നദറു ഇലൽ കഅബ ഇബാദ. പരിശുദ്ധമായ കഅബയിൽ പോയിട്ട് കഅബയിലേക്ക് നോക്കിയിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോയിട്ട് നമുക്കവിടെ പോയിട്ട് തവാഫും ചെയ്യാൻ കഴിയുന്നില്ല, അവിടെ ഇരിക്കുക, മത്താഫിലിരിക്കുക, കഅബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഹജ്ജിന് പോയവർക്കറിയല്ലോ കഅബാലയം കാണുമ്പോഴുണ്ടാകുന്നൊരു അനുഭൂതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ ഇബാദത്താണ്. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ ഇബാദത്താണ്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുക, അത് ഇബാദത്താണ്. ഇന്ന് പലർക്കൊന്നും കഴിയില്ല, ഉമ്മാനെ നോക്കാനോ ഉമ്മാനോട് മിണ്ടാനോ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായി, ഉമ്മായെ പരിഗണിക്കാൻ കഴിയാത്ത കാലഘട്ടം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് ഇബാദത്താണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കൽ, അത് ഇബാദത്താണ്. ഒരാൾ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും ഒന്നിങ്ങനെ ഇരുന്ന് നോക്കിയിരിക്കുക, അത് ഇബാദത്താണ്. ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്താണ്. ഒരു ആലിമിന്റെ മുഖത്തേക്ക്, ഒരു പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, അതും ഇബാദത്താണ്. റസൂലുള്ളാഹി പറയുന്നു, മൻ സാറ ആലിമ ഫകഅന്നമാ സാറനി. ഒരു ആലിം ഒരാൾ സന്ദർശിച്ചാൽ, ഒരു പണ്ഡിതൻ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ സാറനി, അവൻ എന്നെ സന്ദർശിച്ചതിന് തുല്യമാണ്. വമൻ സാഫഹ ആലിമ, ഒരു ആലിമിന്റെ കൈ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു പണ്ഡിതന്റെ കൈ ഒരാൾ മുസാഫഹത്ത് ചെയ്തു കഴിഞ്ഞാൽ ഫകഅന്നമാ സാഫഹനി, അവൻ എന്നെ മുസാഫഹത്തിന് തുല്യമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവിടെ എനിക്ക് വലിയ സന്തോഷമുണ്ടായ കാര്യം, ജുമാ കഴിഞ്ഞാൽ എല്ലാവരും കൈയൊക്കെ പിടിക്കും, നല്ല ലക്ഷണമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു ഈ സ്നേഹത്തെ, ഈ ആലിമ്യങ്ങളോട് കാണിക്കുന്ന സ്നേഹം, മുതഅല്ലിമിനോട് കാണിക്കുന്ന സ്നേഹം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ വലിയ ആലിമായിട്ടൊന്നുമല്ല, പക്ഷെ പള്ളിയിൽ നിയമിക്കപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളൊക്കെ കൂട്ടത്തില് നിങ്ങളെ മക്കളെ പ്രായമായിട്ടുണ്ടാവും. വലിയ ആലിമൊന്നുമല്ല, എനിക്കാകുള്ള നിന്റെ മാതാപിതാക്കളെ പൊരുത്തം വരുത്തും, ഉസ്താദുമാരെ പൊരുത്തം വരുത്തും. അതുകൊണ്ട് ഇങ്ങനെ അല്ല, കുറേ ഓടിച്ചിട്ടില്ല. എന്റെ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, എന്റെ ഉസ്താദുമാരെ വേദനിപ്പിച്ചിട്ടില്ല. അവരെപ്പോഴും കൊണ്ട് ദുആ ചെയ്യുന്നു. ആ ഒരു പൊരുത്തമാണ്. അല്ലാഹു ആ സ്നേഹവും ആ പൊരുത്തത്തെ നിർത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ നമ്മളിൽ ആരുമായിട്ടൊന്നല്ല, പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ മഹലിലെത്താത്ത ആൾ നിലക്ക് എല്ലാവരും വന്ന് കൈപിടിക്കുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി പറയുന്നു, മൻ ജാലസ ആലിമ, ഒരു ആലിമിന്റെ കൂടെ ഒരാളിരുന്ന് കഴിഞ്ഞാൽ
അവൻ എന്റെ കൂടെ ഇരുന്നതിന് തുല്യമാ. ഒരാളിന്റെ സദസ്സിൽ പോയിരുന്നാൽ അവൻ എന്റെ കൂടെ ഇരുന്നതിന് തുല്യമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിന്റെ കൂടെ പോയിരുന്നാൽ എന്റെ കൂടെ ഇരുന്ന് ആരാ പറയുന്നത്? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞല്ല റസൂലുള്ളാഹി പറയുന്നു, മൻ ജഅലസനി ഫിദ്ദുനിയാ അജ്ലസഹു അജ്ലസഹുല്ലാഹു മഅ യൗമൽ ഖിയാമ. എന്റെ കൂടെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലോ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ എന്റെ കൂടെ ഇരിക്കുന്നതാണ്. ദുനിയാവിൽ എന്റെ കൂടെ ഇരുന്നാലും പുണ്യമെന്താ? നാളെ ഖിയാമത്ത് നാളിലും എന്റെ കൂടെ ഇരിക്കാൻ കഴിയും. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, മൻ സാറനി വതബത ലഹു ശഫാഅതി. എന്നെ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ, ആരെന്നെ സന്ദർശിച്ചാൽ എന്നെ സന്ദർശിച്ചതിന് തുല്യമാണ്. എന്നെ സന്ദർശിച്ചാലോ അവർക്ക് സ്വർഗം നിർബന്ധമാണ്, അവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, മൻ സാറ ആലിമൻ വഅസ്ലഹു അലല്ലാഹി അൽ ജന്ന. ഒരു ആലിമിനെ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, ജാമ്യം നൽകുന്നു. ഒരു ആലിമിനെ സന്ദർശിച്ചു ഇത്ര പുണ്യാണ്. ഒരു ക്ലാസ്സിന് വരാൻ ചെറിയ വിഷയമല്ല. ഇൽമിന്റെ സദസ്സിൽ വല്ല ചെറുതായി കാണരുത്. വലിയ പുണ്യുള്ള, അത് ജീവിച്ചിരിക്കുന്ന ആരും മാത്രമല്ല, മരണപ്പെട്ട ആലിമിനെ പോയി കണ്ടാൽ. ഒരു മഹാന്റെ ഖബറിന്റെ പോകൽ അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം കോട്ടപ്പള്ളി മക്ക. വല്ലാത്ത മനസ്സിന് അനുഭൂതി ഉണ്ടായി. ഞാൻ ദിവസവും പരമാവധി ശക്തമായ മഴയില്ലാത്തതൊക്കെ പോകാം. രണ്ട് ഗുണമാണ്. ഒന്ന്, മഹാനെ സിയാറത്ത് ചെയ്ത് വരാം, ഒരേ നടത്തം നല്ല റാഹത്താണ് പോയത്. മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. വലിയൊരു മഹാൻ. ഞങ്ങളുടെ നാട്ടിലും എന്റെ വീട്ടിൽ നിൽക്കുന്ന മഹല്ലിലും ഇതുവരെ മഹാനാണ്. കമ്മുസുഫീൻ അല്ലാഹു അക്ബർ. അതെങ്ങനെ ഇറങ്ങിപ്പോകണം, ഒരു നല്ല ആഴിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോകണം. ഇത് കയറ്റത്തിന് അത്ര വ്യത്യാസമുള്ളൂ. അതും ഇതേപോലെ ഇറങ്ങിപ്പോകണം. അത് ഇതുപോലെ തന്നെയാണ്. ആ ഖബറിന് മുകളിലൊന്നും കെട്ടണം പറ്റില്ല. ഖബറിന് മുകളിൽ വാർക്കാനൊന്നും കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇട്ടിരിക്കുക. ഇവിടെ തന്നെയാണ് വാർക്കാൻ കഴിയില്ല. പട്ടവണ്ണം ഉറച്ചിരിക്കുക. എനിക്കിവിടെ വന്നപ്പോൾ എന്റെ മനസ്സിനെ, ഞാനിവിടെ ജോലി ചെയ്തിരിക്കുമ്പോൾ ഈ മക്ബറിൽ പറഞ്ഞപ്പോൾ ആദ്യം അവിടെ പോയപ്പോൾ എനിക്കൊരു മനസ്സ് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ സത്യത്തിൽ ജോലി എടുക്കാനുള്ള പ്രധാന കാരണം അവിടെ ചെന്നപ്പോൾ ഉണ്ടായ മനസ്സിനുണ്ടായ റാഹത്ത്, മനസ്സിനവിടെ പോയപ്പോൾ ഉണ്ടായ വല്ലാത്തൊരു അനുഭൂതി. കാരണം ഇവിടെ വേറുള്ള എല്ലാ ബന്ധത്തെക്കാളും ഉപരി എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു പോയി. അപ്പോഴാണ് പിന്നെ ദൂരാണെങ്കിലും കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും ഒരു മഹാന്റെ സാന്നിധ്യമുള്ളൊരു മഹല്ലാണല്ലോ നിൽക്കാനാണ്. അള്ളാഹു മഹാന്റെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മഹാന്റെ അടുക്കൽ പോകണമെന്നാ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു മഹാൻ ഹലറത്തിലേക്ക് പോയാൽ അഅതാഹു തആല ബിഅദദ് ഖതവാതിഹി ഖുസൂറൻ ഫിൽ ജന്ന. ഒരു പണ്ഡിതനെ സന്ദർശിക്കാൻ പോയാൽ, ഒരു പണ്ഡിതന്റെ ഖബറിലേക്ക് പോയാൽ ഓരോ ചവിട്ടടിക്കും സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകും. സ്വർഗത്തിൽ ഒരു കൊട്ടാരം. وكان له بكل عرف قراه ولا قبره قصر في الجنة. ആ മഹാൻ ഹലറത്തിൽ പോയിക്കൊണ്ടും ഓതുന്ന ഓരോ വിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരത്തിലേക്കും നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഹാന്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മഹാന്മാരുമായിട്ട് ബന്ധമുണ്ടാവുക ഇൽമുമായിട്ട് ബന്ധപ്പെടുക പുണ്യമുള്ള കാര്യമാണ്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർക്കുന്നു, സഹോദരിമാരോടൊക്കെ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ദർസ് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. 3 ഉസ്താദുമാർ, എന്നെ കൂടാതെ 2 ഉസ്താദുമാരുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം നിലക്ക് വേറൊരു ഉസ്താദ് കൂടിയാണ്. 3 ഉസ്താദുമാർ. ഇപ്പോൾ ഒരു ബാക്കൽ ഉസ്താദുണ്ട്, റഹ്മാൻ ഉസ്താദുണ്ട്, എന്നെ കൂടാതെ 2 ഉസ്താദുമാരുണ്ട്. വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുത്താലിമിനെ സ്നേഹിക്കുന്നു, സഹായിക്കുന്നു, ഒക്കെ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ ദർസിലേക്ക് പറഞ്ഞേക്കണം. ആൺമക്കളുള്ളവരൊക്കെ ഒരു കുട്ടിയെ ദർസിലേക്ക് പറഞ്ഞേക്കണം. ഇവിടെ വന്നപ്പോൾ 2 കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് ദർസ് പഠിച്ച് ബാക്കിയാത്തിൽ പോയി സെലക്ഷൻ കിട്ടി നടന്ന വലിയ സന്തോഷമായി. സാധാരണ എല്ലാ നാടുകളിലും നാട്ടിൽ നിന്ന് ദർസ് പഠിക്കാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വന്നാൽ തന്നെ 1-2 വർഷം നിൽക്കുക കുട്ടി പോകും, കോളേജിൽ പോകാനാവാറില്ല. ഇവിടെ 2 കുട്ടികൾ ബാക്കിയാത്തിൽ പോയി, ഒരു ഹസനും ഒരു മഷ്ഊദ് അല്ലെ മഷ്ഊദ് 2 പേര്. അള്ളാഹു അവരുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. ദർസിലേക്ക് പറഞ്ഞാൽ കുട്ടി പൂർത്തിയാക്കലും
അത് ഒരു കുട്ടിഞ്ഞ് ബിരുദം എടുത്തോളം അതൊക്കെ ചിലപ്പോൾ സാന്ദർഭ്യം കഴിയാതിരിക്കും. അത് കുഴപ്പമില്ല. ദർസിലേക്ക് പറഞ്ഞേക്കാം, പഠിക്കണത്ര പഠിക്കട്ടെ, എത്രയാണോ പഠിക്കാൻ കഴിയുക. റസൂൽ പറയുന്നില്ല ഒരു കുട്ടിയെ ഇൽമു പഠിപ്പിക്കൽ, ഒരു മോനക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ, ദിവസവും ഒരു സായ അല്ലെങ്കിൽ അരസായ സദക്ക കൊടുക്കുന്നതിനേക്കാൾ പുണ്യാണ്. ദിവസം സദക്ക കൊടുക്കുന്നതിനേക്കാൾ പുണ്യം ഒരു മുത്താലിമിനെ ദർസിൽ കൊണ്ട് ചേർത്ത്. ഒരു മുത്താലിം അൽഹംദുലില്ലാഹ് ഇപ്പോ 10-15ഓളം വിദ്യാർത്ഥികളാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അൽഹംദുലില്ലാഹ് അതിൽ വലിയ ചില കുട്ടികളൊക്കെ വലിയ കിതാബൊന്നുമില്ല, ചെറിയ കിതാബൊന്നുമില്ല, വലിയ കിതാബൊന്നും കുട്ടികളൊക്കെ ഒരു സന്തോഷമുണ്ട്. അത് പഠിപ്പിക്കണം, നല്ലതാണ്. മഹാന്മാർ പറഞ്ഞല്ലേ, ഒരു കുട്ടിക്ക് ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത് ചെറുപ്പത്തിലുള്ളവർക്ക് ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ ഒരാൾ അദബ് പഠിപ്പിക്കുക എന്നുള്ളത് അവന്റെ ശത്രുവിനെ കീഴടക്കുന്നതിന് തുല്യമാണ്. എന്താ പറഞ്ഞത്? വലിയ പറച്ചിലാണ്. സ്വന്തം മകൻക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ശത്രുവിനെ കീഴടക്കി കഴിയുന്നു. കാരണം മക്കൾക്ക് ദീൻ പഠിപ്പിച്ചില്ലെങ്കിൽ ആ മക്കൾ നമ്മൾ ശത്രു വായിച്ചു. ഇപ്പൊ അടുത്ത് നിങ്ങൾ വായിച്ചില്ലേ, കഴിഞ്ഞ റമദാനിക്കാണ് ചാവക്കാട് റമദാനിന്റെ പകലിലാണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സ്വന്തം മകൻ ചവിട്ടിക്കുന്നത്. എന്താ പ്രശ്നം? അവനക്കുമ്മ ഭക്ഷണം കൊടുത്തു. റമദാനിന്റെ പകലാണ്, ഉമ്മാക്കറിയാൻ കൊടുക്കാൻ പാടില്ല. പക്ഷെ തന്റെ മകൻ ആവശ്യപ്പെട്ടു വന്നപ്പോ ആ ഇസ്ലാമിന്റെ മസ്അല പോലും നോക്കാതെ സ്വന്തം മകനോടുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പര്യതയിലെത്തിപ്പോയ ഉമ്മ ആ മകനക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷേ ഈ ഭക്ഷണത്തിൽ ടേസ്റ്റ് കുറവാണ്, ഉപ്പ് കുറവാണെന്നൊരു കാരണം പറഞ്ഞിട്ടാണ് മദ്യപാനിയായ മകൻ ഉമ്മയെ ചവിട്ടിക്കുന്ന വിശുദ്ധ റമദാൻ ഈ കഴിഞ്ഞ റമദാൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇത്ര ഗൗരവമാണ്. ഇന്നൊക്കെ എന്താ നമ്മുടെ മക്കളൊക്കെ അവസ്ഥ? ഇവിടെ അൽഹംദുലില്ലാഹ് ചിട്ടയുള്ള മക്കളെക്കാണ് വലിയ സന്തോഷം. തലയെ കെട്ടി വരുന്ന മക്കളെക്കാണ് വലിയ സ്നേഹം, വലിയ സന്തോഷം. മക്കളെ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. അത്യാവശ്യം ദീൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. മക്കൾക്ക് ദീൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഹഖ്ഖുൽ വാലിദി അലൽ വലദ്, ഹഖ്ഖുൽ വലദി അലൽ വാലിദ്. ഒരു മാതാവിന്റെയും പിതാവിന്റെയും ബാധ്യതയാണ് മക്കൾക്ക് അല്ലിമുൽ കിതാബ്. അവർക്ക് എന്താണ്? എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതില്ലെങ്കിൽ ആ ഉപ്പയും വേദനിക്കേണ്ടി പ്രയാസപ്പെടുന്നു. ഇത്ര ആളുകളാണെന്നിട്ട് പറയുന്നത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനൊക്കെ പോകുമ്പോ പല ഉമ്മമാർ എഴുത്തു കൊടുത്തേക്കാൻ എന്താ കൊടുത്തേക്കുന്നത്? ഉസ്താദെ ഒന്നും വേണ്ട, മോനൊന്നും തരണ്ട, വീട്ടിലേക്ക് അവന്റെ കയ്യിൽ നിന്ന് ഒരു കാശും തരേണ്ട ആവശ്യമില്ല. പക്ഷേ അവൻ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് വരുന്ന കാണാൻ, സന്തോഷത്തോടെ വീട്ടിലേക്ക് ഒന്ന് കയറി വരുന്നത് കാണാൻ ഒന്ന് ദുആ ചെയ്യാൻ. മദ്യപിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്, അവൻ വീട്ടിൽ വന്നാൽ എപ്പോഴും കലഹമാണ്. ആ ഒരവസ്ഥയിൽ മാറിക്കിട്ട് അവിടെ ദുആ ചെയ്യാൻ. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. എന്റെ ഉമ്മമാരെ, മക്കൾ ആ അവസ്ഥയിലേക്ക് എങ്ങാനും മാറിയാലാണ് ഇതിന്റെ വേദന നമുക്കറിയാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിലെ ലക്ഷണം പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞുകൂടി ശ്രദ്ധിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ലാ യുർബിഹുക്കും ഫീ ദാലിക സമാൻ, ആ കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് നായ്ക്കുട്ടികളെ, പട്ടിക്കുട്ടികളെ വളർത്തലാണ് ഖൈർ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞു, കുട്ടിക്ക് ചുംബനം കൊടുത്തപ്പോൾ അത് കാരുണ്യമാണ് പഠിപ്പിച്ചത്. അതേ മുത്തനബി തന്റെ നാവ് കൊണ്ട് പറയുന്നു, ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഓരോ ഉപ്പയും ആഗ്രഹിച്ചു ഉണ്ടായാൽ മതി, ഒരു നായ്ക്കുട്ടിയെ, ഒരു പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലത്. ഹദീസിന്റെ വാക്കാണ് ഞാൻ തിരിക്കുന്നത്. ഞാൻ എന്റെ നാവിലൂടെ വന്ന് തിരിച്ചല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദീൻ പഠിപ്പിക്കണം മക്കൾക്ക്, അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേദനിക്കേണ്ടി വരും. നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വലിയ പ്രയാസമാണ്. ദീൻ പഠിപ്പിച്ചു കൊടുത്താലോ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾ മൻ ഖറഅൽ ഖുർആൻ വഅമില ബിമാ ഫീഹി വൽബിസ വാലിദാഹു യൗമൽ ഖിയാമ താജൻ ലൗഹു അഹ്സന മിൻ ലൗഹി ശംസ്. ഒരു കുട്ടി ദീൻ പഠിച്ചു, ആ കുട്ടി ദീൻ പഠിച്ച് വിശുദ്ധ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ നാളെ മഹ്ശറയിൽ ആ കുട്ടിയുടെ ഉമ്മാനെയും ഉപ്പയും വരുന്ന സമയത്ത്, ഉപ്പയും ഉമ്മയും വരുന്ന സമയത്ത് അല്ലാഹു റസൂൽ പറയാ, ഉൽബിസ വാലിദാഹു താജൻ, ഉപ്പാന്റെയും ഉമ്മാന്റെയും തലയിൽ അല്ലാഹു തആല ഒരു കിരീടം വെക്കും.
മക്കളൊക്കെ ആലിമീയങ്ങളായവരുടെയൊക്കെ മാതാപിതാക്കൾ നാളെ മനുഷ്യർ അവർ തിരിച്ചറിയില്ല. അവരുടെ തലയിൽ ഒരു പ്രത്യേകമായ കിരീടം ഉണ്ടാകും. ആ കിരീടത്തിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിനേക്കാൾ പ്രകാശമാണ്. കാണുന്നവരൊക്കെ കുതിച്ചു പോകും, കാണുന്നവരൊക്കെ ആഗ്രഹിച്ചു പോകും, അല്ലാഹ് ഞങ്ങളുടെ മക്കൾ ഒരു ആലിമായിരുന്നെങ്കിൽ. ഏതൊരു മാതാവും ഏതൊരു പിതാവ് സമയത്ത് ആഗ്രഹിച്ചു പഠിച്ചവനെ ഞങ്ങളെ മക്കളും ആലിമായിരുന്നു. പ്രത്യേകമായി ഇവരെങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുമെന്നാണ്. മക്കൾ ആലിമീങ്ങളായി കിട്ടിയാൽ ആ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കും. മാത്രമല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സുബ്ഹാന ജിരീൽ അബ്ദ് അദ്റഹുനഹു ഫീ ഖബരിഹി ബഅദ മൗതിഹി. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുകൾ ഖബറിൽ ഉപകരിക്കുന്ന 7 കാര്യങ്ങൾ ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 7 കാര്യങ്ങളാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ ഉപകരിക്കുന്ന 7 കാര്യങ്ങൾ. ഒന്ന്, ഒരാൾ ഇൽമ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇൽമ ഖബറിൽ ഉപകരിക്കുന്നതാ. ഇൽമ പഠിച്ചാൽ അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2, ഒരു പുഴാരെങ്കിലും ഒരു കിണറോ പുഴയോ കുളമോ ഒരാൾ പിടിച്ചുണ്ടാക്കി ആളുകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ പൊതു കിണർ അതിൽ പൊതുവായിട്ടുള്ളൊരു വാട്ടർ പൈപ്പ് ഇട്ട് കൊടുത്തു. അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഒരു കിണർ കുളിച്ചു, അതല്ലെങ്കിൽ ഒരാൾ ഒരു മരം നട്ടു. മഴക്കാല സമയമുള്ള മരക്കെ ചെടിയൊക്കെ നടന്ന സമയമാണ്. അത് വലിയ പുണ്യകാരിയാണ്. ഞാൻ സമയം ദിവസം അതന്നെ നമുക്ക് പറയണ്ട. ചെടി നടല്ല, മരം നടല്ല, പുണ്യമുള്ള കാര്യം. ഒരു മരം നട്ടാൽ ആ മരത്തിൽ നമ്മളൊരു തെങ്ങ് വെച്ചു. ആ തേങ്ങാരിൽ കട്ടുണ്ടായി റസൂൽ പറഞ്ഞ കൂലി നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു മാങ്ങ, ഒരു മുച്ച് നട്ടു. മുച്ചിനെല്ലാവരും അല്ലേ, മുച്ചിനല്ലേ, ഒരു മുച്ച് നട്ടു. അതിൽ മാങ്ങ ഉണ്ടായി. മാങ്ങ പഴുത്തപ്പോ അല്ല കാക്കൾ വന്ന് കൊത്തിക്കൊണ്ടുപോയാൽ അല്ലെ വല്ല പക്ഷികളും തിന്നുപോയാൽ റസൂൽ പറഞ്ഞ് നമുക്ക് സദക്കന് കിട്ടുന്നുണ്ട്. ചെടി നടണം, മരക്ക് നടണം. ഈ സമയത്തിന്റെ സമയമാണ് വലിയ പുണ്യമുള്ള കാര്യം. അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഒരാൾ പള്ളി പണിതു. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നപ്പോ പള്ളിയുടെ പള്ളിയിലേക്ക് എത്തി. ശരിക്കല്ലാത്ത അങ്ങനെ തോപ്പിക്കുന്നത് ഞാൻ ചെന്നിടത്തൊക്കെ പള്ളി പണി. കഴിഞ്ഞ കൊല്ലം 2 വർഷം ജോലി ചെയ്ത സ്ഥലത്ത് അവിടെ പള്ളി പൊളിച്ചു. പണി ഏകദേശം 99% കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി. അവിടെ ഞാൻ ചെന്നപ്പോ 3 പള്ളിയാണ്. അൽഹംദുലില്ലാഹ് 3 പള്ളി നമ്മൾ കയറ്റി കൊടുത്തില്ലെങ്കിൽ പള്ളി കയറ്റുന്നൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഒരു ജുമാഅത്തുള്ളി, 2 ജുമാഅത്തുള്ളി, ഒരു നിസ്കാരപ്പള്ളി. ഇവിടെ അൽഹംദുലില്ലാഹ് പള്ളിപ്പണിയാണ്. വലിയ കൂലില്ലായിരുന്നു. അതിലേക്ക് പങ്കെടുക്കാൻ കഴിയുക, അതിലേക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്. സഹോദരിമാർ ശ്രദ്ധിക്കണം. നമ്മളെ പള്ളി അടുത്ത് തന്നെ പൊളിക്കണം. നിങ്ങൾ കാണുന്ന പോലെ മദ്രസയുടെ മുന്നിൽ നമ്മൾ ഷീറ്റിട്ടുണ്ട്. ആ ഷീറ്റിട്ടിരിക്കുന്നത് പള്ളി പൊളിക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി മദ്രസ ഹാളും ആ ഷീറ്റിട്ട ഉപയോഗപ്പെടുത്താനാണ്. ഷീറ്റിന്റെ പണി കുറച്ചുകൂടി ഉണ്ട്. ആ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്ന് പള്ളി പൊളിക്കുന്നത്. പള്ളി പൊളിക്കുമ്പോൾ നിങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് ഞാൻ അറിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ വീടുകളിൽ നിങ്ങളൊക്കെ വലിയ തുകകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പള്ളി ഉണ്ടായി കൊടുക്കുക വലിയ കൂലുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോം കൊടുത്തുവിടുന്നുണ്ട്. നിങ്ങൾ നമ്പർ ഇട്ടോ, 1, 2, 3 നമ്പർ ഇടാം. ഒന്നാമത്തെ ആള് നിങ്ങൾക്ക് താല്പര്യമുള്ള ഖുർആനാണോ ഹദീസാണോ മസ്അലയാണോ പൊതുവിഷയങ്ങൾ ഏതാണോ താല്പര്യങ്ങൾ അതിന്റെ നേരം ടിക്ക് ചെയ്യുക. 2 സമയം എഴുതിയിട്ടുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, മറ്റ് സമയങ്ങൾ. അതിലേതാണ് താല്പര്യങ്ങൾ ഓരോരുത്തരും സ്വന്തം താല്പര്യം ഏതാവും. മറ്റാൾ ഒപ്പിടുന്ന കൂടുതൽ ഏതാ ടിക്ക് നോക്കിയിട്ട് അവസാനത്താൾ ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഞാനത് കൊടുത്തു വിടുന്നുണ്ട്. എല്ലാവരും അത് നോക്കുക, അത് കൊടുത്തിട്ട് ചെയ്യാം. ഇവിടുന്ന് തുടങ്ങിക്കോട്ടെ, ഇവിടുന്ന് തുടങ്ങിക്കോട്ടെ. ഒരു രൂപ ആയിക്കോട്ടെ. പള്ളി പഠിക്കാൻ ഏതാ താല്പര്യം എന്നിട്ടായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി പണിയാൻ കഴിയുക, പള്ളി നിർമ്മാണത്തിൽ പങ്കുചേരാൻ കഴിയുക, അത് ഈമാനുള്ളവരുടെ പ്രത്യേകത. അത് ഈമാനുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഗുണമാണ്. അള്ളാഹു തൗഫീഖ് നൽകാൻ കഴിയുകട്ടെ. അപ്പോഴല്ലേ സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾക്കൊരു പള്ളി പണിയാൻ കഴിയില്ലെങ്കിലോ? ഒരു പള്ളി പണിയാൻ കഴിയില്ലെങ്കിൽ ഒരു പള്ളിക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ കഴിയുക? ഒരു പള്ളി മുഴുവനായിട്ട് ഉണ്ടായി കൊടുക്കാൻ കഴിയില്ല. ഇവിടെ കഴിയുന്നവരുണ്ട്, ഇവിടെ കഴിയാത്തവരുന്നില്ല, ഇവിടെ കഴിയുന്നവരുണ്ട്. അല്ലെന്നല്ല ഇവിടെ വന്നപ്പോ നമ്മുടെ ഈ ദർസിന്റെ ഹാള് കണ്ടപ്പോ ഒരു 3 നില ബിൽഡിംഗ് സ്വന്തമായിട്ടാണ് അല്ലെ
അല്ലെ, ഒരാളുടെ സ്വന്തം വകയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ നല്ല ലക്ഷ്യങ്ങളൊക്കെ അല്ലാത്ത നിറവേറ്റി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാത്ത അകറ്റി കൊടുക്കുമാറാവട്ടെ. കഴിയുന്നവർ എത്രയാണോ കഴിയുന്നത് നിങ്ങൾ പള്ളിപ്പണിയിലേക്ക് എഴുതി സംഖ്യകൾ എത്രയും പെട്ടെന്ന് കൊടുത്തേക്കണം. അങ്ങനെ ആയാലേ നമ്മളെ പള്ളി പൊളിച്ച് നമ്മളെ പണി ആരംഭിക്കാൻ കഴിയുള്ളൂ. അല്ലാഹു റസൂൽ പറയുന്നു, ഒരു പള്ളി ഒരാൾ പണിതാൽ അത് ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. മറ്റൊന്നൊരു സൂറത്ത് പറയുന്നു, അവന്റെ മരണാനന്തരം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു മകനെ ഒരാൾ ഇട്ടേച്ചു പോയാൽ, ഉമ്മ മരിക്കുന്ന സമയത്ത്, ബാപ്പ മരിക്കുന്ന സമയത്ത്, ഈ സമയത്തിനാണ് അവന്റെ മകൻ ആലിമാണെങ്കിൽ, അവന്റെ മകൻ ഒരു മുത്തഅല്ലിമാണെങ്കിൽ ആ ഉപ്പാക്കും ഉമ്മാക്കും ഖബറിൽ സന്തോഷിക്കാം. ഞാൻ ഓർത്തുപോകുന്നു, ഒരു ജനാസ ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉപ്പ മരിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ പോയി ജനാസ എടുത്ത സമയത്ത് നിസ്കരിക്കാൻ കൊടുത്തപ്പോൾ എന്നോട് മോൻ പറഞ്ഞു, ഉസ്താദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, മകൻ ആലിമായിട്ടുണ്ടാകും, മുത്തഅല്ലിമായിട്ടും മകനാണ് നിസ്കരിക്കുന്നത്. മകൻ നിൽക്കാൻ പറഞ്ഞു. ആ മകൻ നിന്ന സമയം ഞാൻ ഓർത്തുപോവുകയാണ്. തക്ബീർ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണിലൂടെ വെള്ളമൊഴുകി അവൻ കരഞ്ഞുപോയി. അവൻ വാവിട്ട് കറന്നു. അവൻ കരഞ്ഞുകൊണ്ടാണ് അല്ലാഹുവേ, ഈ കിടക്കുന്ന എന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. തീർച്ചയായിട്ടും ആ ദുആ അർശിൽ തട്ടിയിരിക്കും, ഒരു സംശയമില്ല. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട്, ആ ദുആ കേട്ട് ആ സദസ്സിൽ കൂടിയവരൊക്കെ കരഞ്ഞു. ഒരു ആലിമ് മക്കളെ കൂട്ടത്തിൽ ഒരു മുത്തഅല്ലിമുണ്ടെങ്കിലുള്ള ഗുണമാണ്. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെങ്കിലും ദർശനയ്ക്ക് പറഞ്ഞേക്കും. നിങ്ങൾ സംസാരിക്കുന്ന ടിക്കറ്റിങ്ങനെ പോയാൽ നമുക്ക് താല്പര്യമുള്ള ഭാഗത്ത് ടിക്കറ്റ് പോയാൽ ഒരാളെങ്കിലും ആലിമായി കിട്ടിയാൽ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ നമ്മളെ ഖബറിങ്ങനെ ഒന്നീ കുട്ടി വരും. നമ്മൾ മരണപ്പെട്ട് കിടക്കുമ്പോ നമ്മുടെ ജനാസയുടെ സമീപം വരുന്നുകൊണ്ട് നമ്മുടെ ജനാസയുടെ കർമ്മങ്ങൾ ആ കുട്ടി പങ്കെടുക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാഹ്, ഇവിടെ യുവാക്കൾ ആ രംഗത്തൊരു സജീവമാണ്. ഖബർ കുടിക്കുന്നൊക്കെ ഇവിടുത്തെ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. അത് നമ്മളാണെങ്കിലും കാണാത്തൊരു പ്രത്യേക രീതിയാണ്. സാധാരണ നമ്മളോട് ഖബർ കുടിക്കാൻ പ്രത്യേക പണിക്കാരാണ്. ഖബർ കുടിക്കുന്ന ആളുകൾ ഖബർ കുടിക്കുന്നവർക്ക് പറയാം. ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ യുവാക്കളാണ്. ഒരാൾ മരിച്ചെന്ന് കിട്ടുമ്പോഴേക്കും 10-20 ചെറുപ്പക്കാർ വരുന്നു. അവരെല്ലാവരും കൂടി ഖബർ കുടിക്കുന്നു. മറവ് ചെയ്യാനൊക്കെ അവർ കൂടുന്നു. അല്ലാഹു കുട്ടികൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ നിങ്ങൾക്ക് വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ മക്കളൊക്കെ ആ രംഗത്ത് ഉറച്ചു നിൽക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയൊരു ഭാഗ്യമാണ്. അതോടൊപ്പം ഒരു മുത്തഅല്ലിം, ഒരു ആലിം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഖബറിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ആ കുട്ടി റസൂലുള്ളാഹി പറയുന്നു, ആ കുട്ടി നമ്മുടെ ഖബറിൽ വന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കുകയാണ്. ജനാസ സമീപം വെച്ചുകൊണ്ട് കുട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അത് അല്ലാഹു സ്വീകരിക്കുകയാണ്. ആ കുട്ടി മനസ്സ് പൊട്ടിക്കൊണ്ട് വേദനയോടെ ഒളിക്കുന്ന കൺതിടങ്ങളോടെ അല്ലാഹ്, എന്റെ ഉപ്പയാണല്ലോ ഈ കിടക്കുന്നത്, എന്റെ ഉമ്മയാണല്ലോ, ഈ കുട്ടി കരഞ്ഞുകൊണ്ട് എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. ഒരു സംശയമില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളെ മക്കളെ പരമാവധി ദർസിലേക്ക് പറഞ്ഞേക്കുക. ഒരു മോനെങ്കിലും എല്ലാവരും ദർസിലേക്ക് പറഞ്ഞേക്കുക. അത് ഏത് സമയത്താണോ നിങ്ങൾക്ക് കഴിയുന്നത്. എങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കണം. മദ്രസകളിലേക്ക് കുട്ടികളെ കൃത്യസമയത്ത് തന്നെ പരമാവധി നമുക്ക് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് മദ്രസ സമയം വളരെ കുറവോടെ കിട്ടുന്നുണ്ട്. കാരണം രാവിലെ വരുമ്പോഴേക്ക് അവർക്ക് സ്കൂൾ പോകാനായി. അവ കറക്റ്റ് സമയത്ത് തന്നെ പരമാവധി കുട്ടികളിൽ നിന്ന് നിർബന്ധമായിട്ട് പറഞ്ഞേക്കണം. പല കുട്ടികൾ ഇൽമു പഠിച്ചാൽ നമുക്കതുകൊണ്ട് കിട്ടുന്ന ഗുണം വേറൊന്നും കൊണ്ട് കിട്ടാത്ത വലിയ ഗുണമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളെ പരമാവധി നിങ്ങൾ മദ്രസയിലേക്കും ദർസിലേക്കും പറഞ്ഞേക്കണം. മറ്റൊന്നും മുടങ്ങണ്ട. ഭൗതിക വിദ്യാഭ്യാസം ഒന്നും മുടങ്ങണ്ട. അതൊക്കെ നടക്കട്ടെ. ഭൗതിക വിദ്യാഭ്യാസം നമ്മളൊരു താല്പര്യം കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ദർസ് എല്ലാ കുട്ടികൾക്കും നമ്മൾ +2 ഡിഗ്രി കൊടുക്കുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസവും നമ്മുടെ മുൻപ് സ്ഥലത്ത് നമ്മൾ കുട്ടികൾ കമ്പ്യൂട്ടർ ക്ലാസ് ദർസിൽ കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇൻഷാ അല്ലാഹ് തുടങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നതൊക്കെ ആവശ്യമാണ്. ഇന്നിപ്പോ സംവിധാനം അപ്പൊ നമുക്ക് നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പ് സംവിധാനം എന്റെ ഇതിൽ തന്നെ ഒരു 15,000-ൽ പരം കിതാബുകളുണ്ട്.
പഴയ കാലത്ത് 15,000 കിതാബ് പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കണം. അത് വെക്കാനുള്ള സ്ഥലത്തിനാണെങ്കിലോ അലമാറ, അത് വെക്കാനുള്ള സ്ഥലത്തിനുമാണ് അതിലേറെ സംഖ്യ ചെലവാണ്. ഇന്നിപ്പോ ഇതിനൊന്നും ആവശ്യമില്ല. എത്ര കിതാബാണെങ്കിലും ഏത് കിതാബ് വിഷയമായിട്ട് കൊടുത്താൽ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അത്യാധുനിക സംവിധാനമുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പഠിച്ചേ കമ്പ്യൂട്ടർ പഠിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ കാര്യത്തിലെ കുറിച്ച് നമ്മൾ ഉത്ഭുതരാക്കാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് തുടങ്ങണം. നമ്മളായിട്ടുള്ള ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങണം. ഇവിടെ കളികൾ സഹകരിക്കാൻ നമുക്ക് സംശയമില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റു കാര്യം സൂചിപ്പിക്കാണ്ട് വരുന്ന വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്കൊരു യാത്രയപ്പ് നൽകുന്നുണ്ട്. ജുമാന്റെ ശേഷമാണ് ആ യാത്രയപ്പ്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാതന്ത്ര്യദിനം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് സ്കൂളിൽ പോയിട്ട് ഒരു പതാക ഉയർത്തേണ്ട പരിപാടിയാണ്. അല്ല, സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി നമ്മുടെ പൂർവികരെ കഷ്ടപ്പെട്ട, നമ്മുടെ പൂർവികരെ സഹിച്ച ത്യാഗങ്ങൾ വളരെ വലുതാണ്, വളരെ വലുതാണ്. അതൊക്കെ നമ്മൾ പള്ളിയിൽ പറയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുള്ളത് സഹിച്ച ത്യാഗം എത്രയാണ്. മഹാനായ ആലി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആലി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ദർസ് നടത്തുന്ന മുദരിസാണ്. ആ തിരൂരങ്ങാടി പള്ളിയിൽ ദർസ് നടത്തുന്ന മുദരിസിനെയാണ് ശത്രുക്കൾ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി കോയമ്പത്തൂർ കൊണ്ട് തൂക്കിലേറ്റ നടത്തി. തൂക്കിലേറ്റുന്ന അന്ന് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞപ്പോ സുജൂദിൽ കടന്നുകൊണ്ട് മഹാനായ ആലി മുസ്ലിയാർ പറഞ്ഞു, പഠിച്ചവനെ ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ട് മരിക്കുന്നൊരവസ്ഥയ്ക്ക് നീ വരുത്തല്ല. ആലി മുസ്ലിയാർ സുജൂദിൽ കടന്ന് പൊട്ടിക്കരഞ്ഞു. ദർസ് നടത്തുന്ന ആലി പല മനസ്സിലേക്ക് മുദരിസ്മാരുടെ പള്ളിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടതാണ്. അല്ല, മുദരിസ് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടണം. ചില അങ്ങനെ ഉണ്ട്, മുദരിസ് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, മുദരിസ്മാരുടെ പള്ളിയിൽ മൂലക്കിരിക്കണം. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാമുദരിസ് പള്ളിയുടെ മൂലയിലിരിക്കാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് ശക്തമായി പോരാട്ടം നടത്തുന്നതിന് വേണ്ടി പുറത്തേക്കിറങ്ങി. അന്ന് മഹാനായ ആലി മുസ്ലിയാരൊക്കെ രംഗത്തിറങ്ങിയത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ആലി മുസ്ലിയാർ കടന്ന് ദുആ ചെയ്തു, അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. അവിടെ വെച്ചുകൊണ്ട് മഹാനുള്ള വഫാത്തായി. അങ്ങനെയുള്ള മഹാന്മാരെ ഓർക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച സ്വാതന്ത്ര്യദിന സംഘം, സ്വാതന്ത്ര്യദിനത്തിൽ മുസ്ലിമീങ്ങളെ പങ്കെന്ന് വിശേഷിപ്പിച്ച് ഇന്ന് കേരളത്തിൽ പറയാൻ കഴിവുള്ള ഹജ്ജ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ പ്രഗത്ഭനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഞാൻ വേറെ ആവശ്യത്തിനുവേണ്ടി സംസാരം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ജോലി അന്വേഷിച്ച് ഞങ്ങളെ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ വരുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ വ്യാഴാഴ്ച വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വരുമ്പോൾ ആളുകൾക്ക് ഉപകരിക്കണമല്ലോ, എന്നെ ഒന്ന് കണ്ടുപോയാൽ മാത്രം പോരാ, വരുന്നവർക്ക് ഉപകാരം കാണണം. അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യമാണ്. നേതാക്കന്മാരുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മൾ ദർസുൽഗാനത്തിൽ നിന്ന് സാബിക്കൽ ഞങ്ങളോട് വിളിച്ചു വെച്ചു, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്. തങ്ങളോട് പറഞ്ഞു എങ്കിൽ ദർസുൽഗാനങ്ങൾ ചെയ്യണം. ഓക്കെ, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോയി. ഇൻഷാ അല്ലാഹ് സംസാരം വ്യാഴാഴ്ച ഇവിടെ വരുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി ഇവിടെ താമസിക്കും. വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം അദ്ദേഹം ഹജ്ജ് ആർക്കുള്ള ഹജ്ജ് ക്ലാസും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൽ മുസ്ലിമുകളെ പങ്കെടുക്കുന്ന വിഷയത്തിൽ സംസാരിക്കും. സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട്. ജുമാ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ മദ്രസ ഹാളിലേക്ക് എത്തുക, നിങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകനാണ് ബഹുമാനനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ. നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും ശ്രദ്ധേയമായ 2 വിഷയങ്ങളാണ്. ഒന്ന് ഹജ്ജ്, 2 സ്വാതന്ത്ര്യദിനത്തിൽ മുസ്ലിമുകളുടെ പങ്ക്. അതൊക്കെ പങ്കെടുക്കുമ്പോഴാണ് മുസ്ലിമുകളുടെ ഈ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, മുസ്ലിമുകളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാന്നിധ്യം ഉണ്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതിയതിനു ശേഷം ഏത് ദിവസമാണെന്നും സമയമൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയിക്കും. സമയം പരമാവധി പാലിച്ച് 2 മണി തന്നെ കഴിയുന്ന 2 മണിക്ക്, ഇനി 2 മണിക്കാണെങ്കിൽ അല്ലെങ്കിൽ 2:30 കറക്റ്റ് 2:30 ഏത് സമയത്താണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ സമയത്ത് കൃത്യസമയത്ത് പാലിച്ചു വരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സലാത്തിലൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ചെറിയൊരു ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്തു جددوا إيمانكم ونبهوا قلوبكم بقول لا إله إلا الله 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 لا إله إلا الله. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അഭയം പറയുക. നല്ലൊരു സദസ്സാണ്, ഇൽമിന്റെ സദസ്സാണ്. ധാരാളം കാര്യങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സദസ്സാണ്.
അതിന് പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി ദുആ ചെയ്യുന്ന എനിക്കെല്ലാം നമ്മളൊക്കെ കൂടി പറയുമ്പോൾ അത് ഗുണമുണ്ട്, അതിന് ഉത്തരം കിട്ടുന്ന പ്രതീക്ഷയോടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحم رحيماയ അൽമലിക്കുമുൽക്കായ എല്ലാ ബന്ധുക്കളും കേട്ടതിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതുപോലെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനീ കാര്യങ്ങളാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബിനെ പിന്നിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഖറബീങ്ങളെ പരിശുദ്ധമായ മഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടപ്പുള്ള മഹാനായ കോട്ടപ്പള്ളി വലിയുള്ളാഹി മഹാനുള്ള മഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടെ പരിചയം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മഹത്വം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സ്ഥാനം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കറാമത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്ന് മരണപ്പെട്ടുപോയ ഒട്ടേറെ ആളുകളെ പിന്നരായ ഉസ്താദുമാർ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും കബറടക്കപ്പെട്ടേറെ കബറാളുകൾ, അവരെ കബറിലേക്ക് നിന്റെ സവാബിനെത്തിക്കണേ അല്ലാഹ്. അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ തേപ്പാക്കി മാറ്റണേ അല്ലാഹ്. നരകത്തിന് തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, കുട്ടുകുടുംബാദികൾ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രശ്നങ്ങളെ കൊണ്ടും മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചവർ, ഈ പള്ളിയെ സഹായിച്ചവർ, ദർസിനെ സഹായിച്ചവർ, എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും എല്ലാം നല്ല ലക്ഷ്യങ്ങളും നിറവേറ്റണേ അല്ലാഹ്. പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എത്ര തെറ്റുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിലും നീ പൊറുക്കണേ അല്ലാഹ്. ഈ എൽമിന്റെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. ഒരു പാപിയായി മരിക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ദോഷിയായി മരിക്കുന്നൊരവസ്ഥ വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് ഞങ്ങളെ കൈമുതലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെയും അവരുടെയും നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ തട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ നാടിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ദർസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണല്ലോ. അവരെ ജോലികളിൽ, കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലിയിലോ കച്ചവടത്തിലോ വല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്താണോ അവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസമില്ല, പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സിൽ ലഭിച്ചുകൊണ്ട് ധാരാളം സഹോദരിമാർ, അല്ലാഹുവേ, അവരുടെ കുടുംബ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും നൽകണേ അല്ലാഹ്. അവരുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങളേറെ സ്നേഹിക്കുന്നവരാണ്, അൽമീങ്ങളേറെ സഹായിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അല്ലാഹുവേ, സ്നേഹവും ബഹുമാനവും ഈ സഹായമൊക്കെ നീ നിലനിർത്തിക്കൊടുക്കണേ അല്ലാഹ്. ഈ നല്ല മനസ്സ് നിലനിർത്തിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആലിമീങ്ങളും പണ്ഡിതന്മാരും അകലുന്നൊരു കാലഘട്ടം വന്നാൽ അല്ലാഹു ദുരന്തങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും പറക്കുമെന്ന്. അല്ലാഹുവേ, അത്തരം ദുരന്തങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പരീക്ഷണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഏതൊക്കെ വീട്ടിലേക്ക് മുതഅല്ലിം കയറി ചേർന്നുവോ ആ വീട്ടിലേക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വന്തം മക്കളെക്കാൾ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരാണ്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും മാതാപിതാക്കൾ, ഭാര്യ സന്താന ശിഷ്യന്മാർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ത്യാഗം വസീയത്ത് ചെയ്തവർ, അല്ലാഹുവേ, എല്ലാവരെയും മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ പലതരത്തിലുള്ള രോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ക്യാൻസറിന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മാരകമായ പല രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുട്ടിദർശനം പഠിക്കുന്ന ഒരു കുട്ടിന്റെ കൂടെ ഒന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട ക്യാൻസറാണ്. അല്ലാഹുവേ ശിക്ഷ നൽകണേ അല്ലാഹുവേ, നിങ്ങളുടെയോ മാതാപിതാക്കളുടെയോ ഭാരസംസ്ഥാനങ്ങളുടെയോ ശിഷ്യന്മാരുടെയോ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് ഭക്ഷണങ്ങളെ കൊണ്ട് സഹായിച്ച, വസ്ത്രങ്ങളെ കൊണ്ട് സഹായിച്ച, പഠനത്തിൽ സഹായിച്ച, ഞങ്ങളെ സ്നേഹിച്ചാരുടെയെങ്കിലും ശരീരത്തിൽ അത്തരത്തിലുള്ള രോഗത്തിന്റെ വല്ല അനുകൂലമുണ്ടെങ്കിൽ ഈ നിന്റെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയുന്നേ അല്ലാഹുവേ. ക്യാൻസർ പിടിച്ച് വർഷങ്ങളോളം ചികിത്സയിൽ കിടന്ന് രക്ഷയില്ലാതെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും മാർഗമില്ലാതെ കുടുംബങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടെന്ന് വഹിക്കട്ടെ എന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ടവർ നിങ്ങൾക്കതിൽ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ. അല്ലാഹുവേ, അത്തരമൊരു രോഗം പറയില്ല അല്ലാ, നിങ്ങളെ പരീക്ഷിക്കല്ല, അവരെയും പരീക്ഷിക്കല്ല. നിന്റെ കലായിൽ എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ അല്ലാഹുവേ നിന്റെ മുമ്പ് ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളൊരാൾക്കും ഭാരമാക്കില്ലല്ല, ഞങ്ങളൊരാൾക്കും പ്രയാസമാക്കില്ലല്ല, ഞങ്ങളെ കൊണ്ടൊരാളെ കഷ്ടപ്പെടുന്നൊരവസ്ഥ വരുത്തില്ലല്ല. 10 മാസങ്ങളോളം വർഷങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കുന്നൊരവസ്ഥ ഒന്നും വരുത്തില്ലല്ല. അത്തരം ഒരു രോഗമൊന്നും തരല്ല അല്ലാഹുവേ. നിങ്ങളുടെ ശരീരം കീറിപ്പൊളിക്കുന്ന രോഗമൊന്നും തരല്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയൊന്നും തരല്ല. ദുഃഖകരമായ വേദനാകരമായ രോഗത്തെ പരീക്ഷിക്കില്ലല്ല. അല്ലാഹുവേ, നിങ്ങളോട് ബന്ധമുള്ളവരൊക്കെ നിങ്ങളോട് അകന്നുപോകുന്ന ധാരണമായ രോഗമെന്നും പരീക്ഷിക്കില്ലല്ല, പ്രയാസത്തിലാക്കില്ലല്ല, വിഷമത്തിലാക്കില്ലല്ല, കഷ്ടപ്പാടിലാക്കില്ലല്ല, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലല്ല, ഞങ്ങൾ ചെയ്തുപോയ പാപത്തിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കില്ലല്ല, അവരെയും പരീക്ഷിക്കില്ലല്ല. അല്ലാഹുവേ, ശരീരത്തിന്റെ ഒരു ഭാഗം തലങ്ങളിൽ കൊണ്ട് നടക്കാൻ കഴിയാതെ, അല്ലാഹുവേ, സ്വകാര്യ ജീവിതത്തിന്റെ സ്വന്തം കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ, അല്ലാഹുവേ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു മുറിയിൽ കിടക്കുന്ന പ്രയാസകരമായ തളർവാദം പോലുള്ള രോഗം നിന്ന് പരീക്ഷിക്കില്ലല്ലോ. ഓടിച്ചാടി നടക്കുന്ന ഞങ്ങളൊക്കെ ഒരു ഭാഗത്ത് കിടക്കുന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. പടച്ചറപ്പേ, പരീക്ഷിക്കില്ലല്ലോ. അല്ലാഹുവേ, അപകടങ്ങളും അപകടമരണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ നിത്യയാത്രക്കാരാണ്. ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കിയാൽ അപകടങ്ങളും അപകടമരണങ്ങളാണ് കാണുന്നത്. അല്ലാഹുവേ, റോട്ടിൽ കിടന്ന് മരിക്കുന്ന മരണങ്ങളൊക്കെ കണ്ണുകളെ കൊണ്ട് കണ്ടുപോകുന്നല്ല. ഞങ്ങളൊക്കെ നേരം കൊടുക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട് ചിരിച്ചു കളിച്ച് സലാം പറഞ്ഞ് പോരുന്നവരാണ്.
ഞങ്ങളുടെ കുടുംബങ്ങളെയും അപകടപ്പെടുത്തിട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഒരപകടത്തിലും പെടുത്തില്ല റബ്ബേ, ഒരപകടത്തിലും പെടുത്തില്ല റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നേരം വിളിക്കുമ്പോൾ ഞങ്ങളെ കൈ പിടിച്ച് സലാം പറഞ്ഞുകൊണ്ട് മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകുന്നു. അല്ലാഹുവേ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ മരം വീഴുന്നു, വാഹനം പിടിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ കാത്തിരിക്കുന്ന ഞങ്ങളിലെ അല്ലാഹുവേ, ജനാസ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവരുന്ന അവസ്ഥ കാണാനും ചിന്തിക്കാനും കഴിയാത്ത പാട് അല്ലാഹുവേ, അത്തരമൊരു അപകടം ഞങ്ങളുടെ കുടുംബത്തിൽ വരുത്തില്ലല്ല, മക്കളിൽ വരുത്തില്ലല്ല. ഒരു അപകടവും തരില്ല റഹ്മാനെ. ഞങ്ങളെ ജീവിത സന്തോഷത്തിലാക്കണമല്ല, പരലോകം ധന്യമാക്കണമല്ല, സ്വർഗം നിർബന്ധമാക്കണമല്ല, നരകം ഹറാമാക്കണമല്ല, നരകം ഹറാമാക്കണ